ഒന്നാം ഘട്ടം കഴിഞ്ഞതു മുതൽ കടുത്ത വിദ്വേഷത്തിന് മുന്നിൽ ജനാധിപത്യം തലകുനിച്ചു നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു തുടങ്ങി. ये संपत्ति इकट्ठी करके किसको बांटेंगे? जिनके ज्यादा बच्चे हैं उनको बांटेंगे. അലിഘട്ടിൽ, ബാഗൽകോട്ടിൽ, ബാനസ്കാണ്ടയിൽ പ്രധാനമന്ത്രിയിൽ നിന്ന് കേട്ടത് ഇന്നോളം ഉണ്ടായിട്ടില്ലാത്ത പരാമർശങ്ങൾ. പക്ഷേ വാരണാസിയിൽ ചാനൽ ക്യാമറകൾക്ക് മുന്നിൽ സ്വരം മാറ്റി. പണ്ട് കുട്ടിക്കാലത്ത് ഈദിന് വീട്ടിലേക്ക് വരാറുള്ള മുസ്ലിം സുഹൃത്തുക്കളെ കുറിച്ചോർത്ത് കണ്ഠമിടറി. ഹിന്ദു മുസ്ലിം രാഷ്ട്രീയത്തിൽ ഇടപെടില്ല, അങ്ങനെയുണ്ടായാൽ പൊതുപ്രവർത്തകനായി തുടരുന്നതിൽ താൻ അയോഗ്യരാകും. ഇങ്ങനെ പോയി 24 മണിക്കൂർ തികഞ്ഞില്ല. രാജ്യത്തിന്റെ ബജറ്റിൽ 15% മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ കോൺഗ്രസ് ആഗ്രഹിച്ചുവെന്ന് പുതിയ ആരോപണം. कांग्रेस आपकी संपत्ति को भी जब्त करके उसका हिस्सा अपने वोट बैंक को देने की तैयारी में है. മോഡി ഡബിളോ? രാജ്യത്തെ വിഭജിക്കുന്നതാര്? സാമുദായിക ധ്രുവീകരണം അവസാനത്തെ ആയുധമോ? കോൺഗ്രസ് പ്രതിരോധിക്കുമോ? ഈ ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ഇന്ന് വിശദമായ ചർച്ചയ്ക്ക് മുന്നോട്ട് വെക്കുന്നത്. നമ്മളോടൊപ്പം അതിഥികൾ ചേരും. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ BJP-യിൽ നിന്ന്, ശ്രീ രാജു പി നായർ കോൺഗ്രസിൽ നിന്ന്, ശ്രീ ജേക്സി തോമസ് CPM-ൽ നിന്ന്. ഹിന്ദു മുസ്ലിം രാഷ്ട്രീയം എന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തെ വലിയ തോതിൽ നിർണയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇത്രയ്ക്കു പച്ചയ്ക്ക് ആ രാഷ്ട്രീയം വിളിച്ചു പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ, അതിജീവിക്കേണ്ടി വന്നിട്ടുണ്ടോ എന്നത് സംശയകരവുമാണ്. നമ്മളോടൊപ്പം അതിഥികൾ ചേരുന്നുണ്ട്. ശ്രീ രാജു പി നായർക്ക് കേൾക്കാമോ? സംഗതി പ്രശ്നമുണ്ട്. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ അല്പസമയത്തിനകം നമ്മളോടൊപ്പം ചേരുകയും ചെയ്യും. ശ്രീ ജേക്സി തോമസ്, എന്തുകൊണ്ടായിരിക്കാം പ്രധാനമന്ത്രിക്ക് അദ്ദേഹം രാജസ്ഥാനിൽ അതിനുശേഷം ജാർഖണ്ഡിലൊക്കെ പറഞ്ഞത് അവിടെ നിൽക്കട്ടെ, നമ്മൾ ആ സമയത്തൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കാം ന്യൂസ് 18-ന്റെ ഇൻ്റർവ്യൂവിന് അദ്ദേഹത്തിന് ആ ഇൻ്റർവ്യൂ നടത്തുന്ന ജേർണലിസ്റ്റിനോട് മയപ്പെടുത്തിയുള്ള ഒരു പ്രസ്താവന നടത്തേണ്ടി വരുന്നത്? ഞാൻ ഹിന്ദു മുസ്ലിം രാഷ്ട്രീയത്തിൽ ഇടപെടില്ല, അങ്ങനെ ഇടപെടുന്ന ആദ്യത്തെ ദിവസം ഞാൻ പൊതുപ്രവർത്തകനാക്കാൻ സ്വയം അയോഗ്യനാകും എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടാവുക. തീർച്ചയായിട്ടും അങ്ങ് ആമുഖമായി ചൂണ്ടിക്കാണിച്ചതുപോലെ 2024 ഇന്ത്യൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പലവിധ കാര്യങ്ങളാൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളുടെ ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ശ്രദ്ധേയമാംവിധം ഇടം പിടിക്കുന്നതാണ്. അതിൽ ഏറ്റവും ഒന്നാമതായി ഇടം പിടിക്കുക ഒരു പ്രധാനമന്ത്രി ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്നയോളം നടത്തിയിട്ടുള്ള ഏറ്റവും അശ്ലീലവും വർഗീയ വിഭജിതവുമായ വിഷലിപ്തമായ പരാമർശങ്ങളുള്ള തെരഞ്ഞെടുപ്പ് എന്ന നിലയിലായിരിക്കും. ഒരു സംശയവും ഉണ്ടാവേണ്ടതില്ല. ഇന്നയോളമുള്ള ഇന്ത്യയുടെ ചരിത്രത്തിൽ RSSന്റെ പ്രചാരകരായി തന്നെ പ്രധാനമന്ത്രിമാർ ഉൾപ്പെടെ എത്രയോ പ്രധാനമന്ത്രിമാരെ എൻ്റെയും അങ്ങയുടെയും രാഷ്ട്രീയ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ, ചരിത്രപാഠങ്ങളിൽ നമ്മൾ ദർശിച്ചിട്ടുണ്ട്, വായിച്ച് പഠിച്ചറിയാനൊക്കെ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ 75 വർഷക്കാലം തികയുന്ന ഇന്ത്യൻ ചരിത്രത്തിൽ ഏറ്റവും വിഷം തുപ്പിയ പ്രധാനമന്ത്രി ആര് എന്ന ചോദ്യത്തിൻ്റെ മറുപടിയായിരിക്കും 2024 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന RSSന്റെ പ്രചാരകൻ ആദരണീയനായ നരേന്ദ്രമോദിയുടെ പേര് എന്ന് പറയുന്നത്. അങ്ങ് സൂചിപ്പിച്ചു, വിവിധ സ്ഥലപ്പേരുകളിൽ, വിവിധ യോഗങ്ങളിൽ അദ്ദേഹം നടത്തിയ പ്രഭാഷണങ്ങൾ. ഞാനൊന്നും അതിൻ്റെ ആകത്തുകയിലേക്ക്, വിശദീകരണത്തിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. എന്തുകൊണ്ട് മാറ്റി മാറ്റി പറയുന്ന ലക്ഷണമൊത്ത ഒരു കള്ളനായി RSSന്റെ പ്രചാരകനായി നമ്മുടെ പ്രധാനമന്ത്രിക്ക് മാറേണ്ടതായി വന്നു? ഈ തെരഞ്ഞെടുപ്പിൽ 400 സീറ്റ് എന്ന മോഹന വാഗ്ദാനവുമായിട്ടാണ് സംഘപരിവാർ രാഷ്ട്രീയം അവരുടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം പിന്നിടുമ്പോൾ തന്നെ BJPക്ക് ബോധ്യം വന്നു, തങ്ങളുടെ കാലിനടിയിലെ മണ്ണ് ഒരിറ്റുപോലും അവശേഷിക്കാതെ ഇന്ത്യയുടെ ജനതയൊന്നാകെ തകർത്ത് തരിപ്പണമാക്കാൻ വേണ്ടി പോകുന്നു എന്ന് ബോധ്യം വരുന്നു. അപ്പോൾ ജനജീവിതത്തെ മാറ്റിയതിനെ സംബന്ധിച്ച്, വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച്, ഭവനരഹിതർക്ക് ഭവനം കൊടുത്തതിനെ സംബന്ധിച്ച്, കുടിവെള്ള പദ്ധതിയെ സംബന്ധിച്ച്, യുവാക്കൾക്ക് തൊഴിൽ കൊടുത്തതിനെ സംബന്ധിച്ച്, ഇന്ത്യയുടെ ജനജീവിതത്തെ മുമ്പോട്ടേക്ക് നയിച്ചതിനെ സംബന്ധിച്ച്, ദാരിദ്ര്യത്തെ നിർമ്മാർജ്ജനം ചെയ്തതിനെ സംബന്ധിച്ച്, പട്ടിണി അകറ്റിയതിനെ സംബന്ധിച്ച്, മെച്ചപ്പെട്ട മനുഷ്യജീവിതം സാധ്യമാക്കിയതിനെ സംബന്ധിച്ച്, ആധുനിക സാങ്കേതിക വിദ്യകളിൽ ഇന്ത്യ നേടിയ മുന്നേറ്റത്തെ സംബന്ധിച്ച്, ഇതിനെ സംബന്ധിച്ചൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട, സംവാദങ്ങളാൽ അനുഗ്രഹീതമാകേണ്ട ഒരു തെരഞ്ഞെടുപ്പിനെ ഹിന്ദു മുസ്ലിം വർഗീയതയുടെ അങ്ങേയറ്റം നുണപ്രചരണം കൊണ്ട് തകർത്ത് തരിപ്പണമാക്കുകയായിരുന്നു അക്ഷരാർത്ഥത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ചെയ്തത്. ഞാൻ ചുരുക്കുന്നു. സാധാരണഗതിയിൽ നമ്മുടെ എല്ലാവരുടെയും അനുഭവങ്ങളിൽ നമ്മുടെ നാട്ടിലെ കവലയിൽ കാണും ഏതെങ്കിലും ഒരു അന്തസ്സില്ലാത്ത ഒരു വർഗീയവാദി.
എൻ്റെ അനുഭവങ്ങൾ ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നത് കേരളത്തിലെ BJPയുടെ നേതൃത്വത്തിന് കീഴിലാണ് ഏറ്റവും അന്തസ്സില്ലാത്ത ഇന്ത്യയിലെ വർഗീയവാദികൾ ഉള്ളത് എന്നുള്ളതാണ്. പക്ഷേ കേരളത്തിലെ അന്തസ്സില്ലാത്ത വർഗീയവാദികൾക്ക് ആശ്വസിക്കാൻ വക നൽകുന്നതാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഓരോ പ്രസംഗവും. തങ്ങളെക്കാൾ അന്തസ്സില്ലാത്ത, ഒരുപക്ഷെ ലോകത്തിൽ തന്നെ ഏറ്റവും അന്തസ് കെട്ട ഒരു വർഗീയവാദി ആര് എന്ന് ചോദിച്ചാൽ അതിന് ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയം ഒരു BJP ഒരു മറുപടി നൽകുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ഓരോ പ്രസംഗവും അതിൻ്റെ ഉള്ളുകള്ളികളെ തുറന്നുകാട്ടും വിധം ഇന്ത്യയുടെ ജനങ്ങൾ ഇന്ത്യയുടെ വർഗീയ വിരുദ്ധ പ്രതിപക്ഷ രാഷ്ട്രീയ ചേരി അന്തസ്സുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തോടുകൂടെ തുറന്നു കാട്ടുക മാത്രമല്ല പല ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ ഈ വിഷം തുപ്പുന്ന വർഗീയ പ്രചരണങ്ങൾക്ക് പ്രവേശനം പോലും ഉണ്ടായിരുന്നില്ല. അവർക്ക് പ്രവേശനം നിഷേധിച്ചത് ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരോ പ്രവർത്തകരോ മാത്രമല്ല, ഇന്ത്യ എല്ലാവരുടേതുമാണ്. ബഹുസ്വരതകളുടെ വിസ്മയമാണ് ഇന്ത്യ എന്നത്. ലോകത്തിന് മുമ്പിൽ ഒരു അത്ഭുതമാണ് എന്ന് വിശ്വസിക്കുന്ന ഇന്ത്യയിലെ സാധാരണക്കാർ, പാവങ്ങൾ, നിരക്ഷരർ, കർഷകർ, നിസ്വരായ മനുഷ്യർ, അവരാണ് ഹൃദയം കൊടുത്തും ഈ വർഗീയത ഇന്ത്യയിൽ നിന്ന് തൂത്തെറിയും എന്ന് പ്രഖ്യാപിക്കുന്നത്. ആ പ്രഖ്യാപനത്തിന് മുമ്പിൽ പലതവണ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അടിതെറ്റി. ഓക്കെ, ശരി. ശ്രീ ജെക്സി തോമസ്, എന്തായാലും CPM-ന്റെ വക്താവിൽ നിന്ന് കടുത്ത വിമർശനമാണ് ഉണ്ടായിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട്. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ രാജു പി നായർ, ഏപ്രിൽ 21 രാജസ്ഥാനിൽ ബൻസ്വാരയിൽ, മെയ് 11 ജാർഖണ്ഡിലെ തന്നെ ഛത്രയിൽ, അതിനുശേഷം രാജസ്ഥാനിൽ മധോപൂരിൽ കോൺഗ്രസ് മുസ്ലിം നെക്സസ് എന്നാണ് അദ്ദേഹം ഏതാണ്ട് ഒരു 15 മിനിറ്റോളം, അദ്ദേഹത്തിന് 35 മിനിറ്റ് നീണ്ട പ്രസംഗത്തിൽ 15 മിനിറ്റോളം സംസാരിച്ചത്. അതിനുശേഷം മെയ് 7 അദ്ദേഹം മധ്യപ്രദേശിൽ സംസാരിച്ചത്. ഇതിനിടയിലാണ് 2 ദിവസം മുൻപ് മാത്രം ന്യൂസ് 18-ന്റെ റുബിയ ലിയാഖത്ത് എന്ന ജേർണലിസ്റ്റ് നൽകുന്ന അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നത്, അവർ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് കൂടുതൽ കുട്ടികൾ ഉള്ളവർ എന്ന ഒരു പ്രയോഗത്തിലൂടെ മുസ്ലിംസിനെ പറ്റി സംസാരിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു പരാമർശം ഉണ്ടാകുന്നതെന്ന് അദ്ദേഹം അത്ഭുതപ്പെടുകയാണ്. അദ്ദേഹം അത്ഭുതപ്പെട്ട് പ്രതികരിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് ഞാൻ കൂടുതൽ കുട്ടികളുള്ളവർ എന്ന് പറഞ്ഞപ്പോൾ അത് മുസ്ലിംസിനെ എന്ന് വിചാരിക്കുന്നത്? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അതായത് വലിയ തോതിൽ തനിക്കെതിരെ വിമർശനമായി ഉയർന്ന, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വരെ പരാതി പോയിരിക്കുന്ന ഒരു സംഭവത്തിൽ അദ്ദേഹം അങ്ങനെ വിചാരിച്ചിട്ടേയില്ല. അദ്ദേഹം പറഞ്ഞതിനെ മാധ്യമങ്ങൾ, അദ്ദേഹം പറഞ്ഞതിനെ അർബൻ നക്സലുകൾ, അദ്ദേഹം പറഞ്ഞതിനെ കോൺഗ്രസ്സുകാർ വ്യാഖ്യാനിച്ച് വഷളാക്കി പറഞ്ഞതാണ് കൂടുതൽ കുട്ടികൾ എന്ന് പറഞ്ഞയിടത്ത് മുസ്ലിങ്ങൾ എന്ന് പരിഭാഷ എഴുതി. അതിനൊപ്പം നുഴഞ്ഞുകയറ്റക്കാർ എന്നുകൂടി അവർ ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം മിണ്ടിയിട്ടില്ല. ഹലോ, ശ്രീ രാജു പി നായർ. അല്ല മധു, ഈ ഓരോ വ്യക്തികളുടെയും രാഷ്ട്രീയവും അവരുടെ ഒരു വ്യക്തിത്വവും തീരുമാനിക്കപ്പെടുന്നത് അവരുടെ സ്വഭാവത്തിലൂടെയാണ്. അങ്ങനെ ഒരു സ്വഭാവം ഒരാളുടെ നോക്കിക്കഴിഞ്ഞാൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തിയുടെ DNA, അദ്ദേഹത്തിൻ്റെ അടിസ്ഥാനപരമായ സ്വഭാവം നുണ എന്നുള്ളതാണ്. കള്ളങ്ങളിൽ മാത്രം കെട്ടിപ്പൊക്കിയ ഒരു രാഷ്ട്രീയ പ്രവർത്തകനും ഒരു രാഷ്ട്രീയ ആശയത്തിൻ്റെ പ്രോഡക്റ്റുമാണ് നരേന്ദ്രമോദി. ആ കള്ളം അദ്ദേഹത്തിൻ്റെ ബാല്യകാലം മുതൽ, അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത മുതൽ, സർട്ടിഫിക്കറ്റ് മുതൽ ഇങ്ങോട്ടേക്ക് നോക്കിയാൽ എല്ലാം ഒരു നുണകളുടെ ഒരു കൊട്ടാരമാണ് നരേന്ദ്രമോദിയുടെ വ്യക്തിത്വം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയാൻ പറ്റും. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിക്ക് സംഭവിച്ചിരിക്കുന്നത്, അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടുപ്പിലെ അജണ്ട തീരുമാനിക്കാൻ കഴിയാതെ പോയി എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായിട്ടാണ് ഈ പൗരത്വ ഭേദഗതി നിയമത്തെ സംബന്ധിച്ച് ചട്ടങ്ങൾ രൂപീകരിച്ചതും ഇതിനെ ഒരു വർഗീയമാക്കി മാറ്റാം എന്നുള്ള ഒരു ധാരണയോടുകൂടി ഉള്ള നടപടികളെടുത്തത്. പക്ഷേ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ഭാരത് ജോഡോ ന്യായ യാത്രയിൽ ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഈ രാജ്യത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട ഇതൊന്നുമല്ല, മറിച്ച് സാമൂഹികവും സാമ്പത്തികവുമായ നീതിയാണ്. അവിടെ തൊഴിലില്ലായ്മയും വിലക്കയറ്റവും അതുപോലെ തന്നെ ഉള്ള ജീവൽ പ്രശ്നങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട എന്നുള്ളത് കോൺഗ്രസ് തീരുമാനിക്കുകയായിരുന്നു. കോൺഗ്രസ് ആ അജണ്ട വളരെ കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്തു. അത് ചെയ്തതോടുകൂടി ആദ്യഘട്ടത്തിൽ ഈ കളത്തിന് പുറത്തു നിന്നത് വർഗീയമായി ചിത്രീകരിക്കാൻ വേണ്ടി നരേന്ദ്രമോദി നടത്തിയ ശ്രമങ്ങൾ മുഴുവൻ പരാജയപ്പെട്ടു എന്ന് അദ്ദേഹം മനസ്സിലായി. അങ്ങനെ കോൺഗ്രസ് വരച്ച കളത്തിനകത്തേക്ക്, അജണ്ടയ്ക്കകത്തേക്ക് നരേന്ദ്രമോദിക്ക് വന്ന് പേടേണ്ടി വന്നു എന്നുള്ളതാണ് വാസ്തവം. അവിടെ വന്നിട്ടും അദ്ദേഹം ഈ നുണകളാണ് പറഞ്ഞത്. എന്നാൽ 2006 മൻമോഹൻ സിംഗിൻ്റെ ഒരു പ്രസംഗം എടുത്തുകൊണ്ട് ഈ രാജ്യത്തെ സംവരണം മുഴുവൻ മുസ്ലിങ്ങൾക്ക് വേണ്ടി മാറ്റി, ഈ മുസ്ലിങ്ങൾക്കാണ് ഈ രാജ്യത്തെ സമ്പത്തിലുള്ള ആദ്യത്തെ അവകാശം എന്നുള്ള ഒരു നുണ അദ്ദേഹം കെട്ടിപ്പോക്കി. പക്ഷെ അവിടെയും ജനങ്ങൾ അത് വിശ്വസിച്ചില്ല എന്നുള്ളത്
പിന്നീട് നടന്ന 2 ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ജനങ്ങളിൽ നിന്നുള്ള ഫീഡ്ബാക്ക് BJPക്ക് ലഭിച്ചു എന്നുള്ളത് തന്നെയാണ്. അതിനെ പല വിധത്തിൽ ഇദ്ദേഹം മാറ്റാൻ ശ്രമിച്ചു. ഇദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ മുഴുവൻ ഈ മുസ്ലിം വിരുദ്ധതയാണ് ഇദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ അടുത്തൊരു ഘട്ടത്തിലേക്ക് മുന്നിലേക്ക് എത്തുമ്പോൾ ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയുടെയും പ്രത്യേകത അനുസരിച്ച് അവിടെ പറയുകയാണ്. ഇപ്പോൾ വർഗീയതയും നുണയും ഇല്ലെങ്കിൽ പിന്നെ നരേന്ദ്രമോദി എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ടോ, ഒരു മനുഷ്യനുണ്ടോ? ഇല്ലല്ലോ. അത് സാധാരണ ജനങ്ങൾക്ക് മുഴുവൻ അറിയുന്നതാണ്. ഈ തീയില്ലാതെ പാചകം ചെയ്യാൻ വരെയുള്ള നുണ തൻ്റെ ഒരു ഫോട്ടോയ്ക്ക് പോലും വേണ്ടി ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. നുണയില്ലാതെ നരേന്ദ്രമോദി ഇല്ല, അല്ലെങ്കിൽ വർഗീയതയില്ലാതെ നരേന്ദ്രമോദി ഇല്ല. ഇത് രണ്ടുമില്ലാത്ത നരേന്ദ്രമോദിക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു പ്രസക്തിയും ഇല്ല എന്നുള്ളത് അറിയാം. അപ്പൊ ഈ ഹിന്ദുത്വ രാഷ്ട്രീയം നുണയിൽ കെട്ടിപ്പൊക്കിയതാണ് ഹിന്ദുത്വ രാഷ്ട്രീയം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഹിന്ദു രാഷ്ട്രീയം എന്നല്ല, ഹിന്ദുത്വ രാഷ്ട്രീയം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം അതിനെ വക്രീകരിക്കാൻ ഈ നുണയന്മാർക്ക് സാധിക്കും എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ആ ഹിന്ദുത്വ രാഷ്ട്രീയം നുണയിൽ കെട്ടിപ്പൊക്കിയതാണ്. അത് ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അപ്പോഴും ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടത്തിലും വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് അവരുടെ ജീവൽ പ്രശ്നങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് അയോധ്യ രാമക്ഷേത്രം പോലും അല്ല എന്നുള്ള ജനങ്ങൾ പറയുകയാണ്. അവിടെ പല സർവേയിലും വന്നു. അതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, രാമക്ഷേത്രത്തെ കുറിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരിക്കും എന്ന് പറഞ്ഞവർക്ക് അതിലേക്ക് എത്താൻ സാധിക്കുന്നില്ല. എത്താൻ നോക്കാതിരുന്നിട്ടല്ല, പക്ഷെ എത്താൻ കഴിയുന്നില്ല. കാരണം എന്താ? ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തെ നരേന്ദ്രമോദിയുടെ ഭരണത്തിന്റെ ഒരു നേട്ടവും പറയാൻ കഴിയാതെ നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിൽക്കുകയാണ്. അദ്ദേഹത്തിന് തൊഴിലില്ലായ്മയെ കുറിച്ച് പറയാൻ കഴിയുന്നില്ല. അടിസ്ഥാനപരമായ ഒരു കാര്യങ്ങളും പ്രധാനമന്ത്രിക്ക് ഒന്നും പറയാൻ കഴിയില്ല. അതുകൊണ്ട് വർഗീയത പറയുന്നു എന്നുള്ളതാണ് കോൺഗ്രസ് അദ്ദേഹത്തിന്റെ പരാമർശങ്ങളെ നോക്കിക്കാണുന്ന രീതി. ശരി, ഞാൻ അങ്ങനെയൊക്കെ വരാം. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, നുണയും വർഗീയതയും ഇല്ല എങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇല്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ വിമർശനം. ഇന്നോളമുള്ള ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ ഏറ്റവും വിഷം തുപ്പിയ പ്രധാനമന്ത്രി ആര് എന്ന ചോദ്യത്തിന്റെ ഉത്തരമായി പ്രധാനമന്ത്രിയുടെ പ്രസംഗങ്ങളിലൂടെ അദ്ദേഹം മാറുന്നു എന്നുള്ളതാണ് CPMന്റെ വിമർശനം. ഏറ്റവും ഒടുവിൽ ന്യൂസ് 8 നൽകിയ അഭിമുഖത്തിന് ശേഷം അദ്ദേഹം നാസിക്കിൽ പ്രസംഗിക്കുമ്പോൾ പറയുന്നത് ഇന്ത്യൻ ബജറ്റിന്റെ 15% കോൺഗ്രസിന്റെ വോട്ട് ബാങ്കിന് നൽകാൻ, മുസ്ലിമിന് നൽകാനുള്ള ആഗ്രഹം കോൺഗ്രസ് അധികാരത്തിലിരുന്നപ്പോൾ പ്രകടിപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. അതിന് അദ്ദേഹം ഉപോത്ബലകമായി സ്വീകരിക്കുന്ന തെളിവെന്താണ്? BJP അത് അങ്ങനെ തന്നെ അതിൽ തന്നെ നിൽക്കുന്നുണ്ടോ ആ ആരോപണത്തിൽ? ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അപ്രധാനമായ, ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയാൻ പോലും അവകാശമില്ലാത്ത ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി. അതൊരു പ്രാദേശിക പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടിയാണ് എന്ന് അവരുടെ നേതാക്കന്മാർ പറയും. പക്ഷേ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെട്ട ഒരു പാർട്ടിയുടെ പ്രതിനിധി ഇന്ത്യയിലെ ജനങ്ങളുടെ ഏതാണ്ട് 50% അല്ലെങ്കിൽ 49%, 50% പിന്തുണയോടുകൂടി ലോകത്തിൽ ലോക ജനതയുടെ 62% പിന്തുണയുള്ള നരേന്ദ്രമോദിയെക്കുറിച്ച് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അതിലെന്താണ് അർത്ഥമുള്ളത്? അതുകൊണ്ട് അത് അർത്ഥമില്ലാത്തതും ഉത്തരമില്ലാത്തതുമായിട്ടുള്ള ചില വാക്കുകൾ മാത്രമായിട്ട് ഞാനതിനെ കാണുകയാണ്. ഞാനൊരു കാര്യം തുറന്നു പറയാം. പ്രധാനമന്ത്രി മുതൽ ഈ താഴെത്തട്ടിലുള്ള ഞങ്ങളെപ്പോലെയുള്ള BJP പ്രവർത്തകർ വരെ സത്യസന്ധമായ ജീവിതവും സത്യസന്ധമായ അഭിപ്രായവും സത്യസന്ധമായ രാഷ്ട്രീയവുമാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ ഹിന്ദുത്വ രാഷ്ട്രീയം അതിൻ്റെ ഭാരതത്തിൻ്റെ ദേശീയതയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് രാമക്ഷേത്രത്തിനു വേണ്ടിയും CAA എന്ന് പറയുന്ന സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ടിനു വേണ്ടിയും അതടക്കമുള്ള മറ്റു പല കാര്യങ്ങൾക്കും ഉറച്ചു നിൽക്കുന്നവർ തന്നെയാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് മാറ്റം വരുത്തിയിട്ടില്ല, ഒരു കാര്യത്തിലും ഞങ്ങൾ മാറ്റം വരുത്തിയിട്ടില്ല. 2014 ഞങ്ങൾ രാമക്ഷേത്രത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 2019 ഞങ്ങൾ രാമക്ഷേത്രത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 2014 19 ഞങ്ങൾ CAA കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞത് 370 കുറിച്ച് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞതെല്ലാം നടപ്പാക്കുന്ന, പറഞ്ഞതു മാത്രം നടപ്പാക്കുന്ന, കൃത്യമായി പറഞ്ഞത് ജനങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് നടപ്പാക്കുന്ന, അഴിമതിയില്ലാതെ ഭരിക്കും എന്ന് പ്രഖ്യാപിച്ച് അഴിമതിയില്ലാതെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഒരു പ്രധാനമന്ത്രിയുമാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത്. നിർഭാഗ്യവശാൽ ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ ആളുകൾ ആന നടന്നു പോകുമ്പോൾ കുഴിയാനകൾക്ക് വലിയ വിഷമം ഉണ്ടാവും.
പല കുഴിയാനകളും ആനയുടെ കാൽപാദത്തിൻ്റെ ഇടയിൽപ്പെട്ട് ഞെരിഞ്ഞ് ഇല്ലാതാവും. ആന വരുന്ന കണ്ടിട്ട് കുഴിയാന കരഞ്ഞിട്ട് എന്ത് കാര്യം? ആന വരുന്ന കണ്ടിട്ട് കുഴിയാന നുണയനാണ്, അദ്ദേഹം പറയുന്നത് മുഴുവനും തെറ്റാണ്, അദ്ദേഹത്തിൻ്റെ പേര് തന്നെ നുണയാണെന്നൊക്കെ പറഞ്ഞാൽ ഞാനൊരു കാര്യം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഇന്ത്യയിലെ ഒരു പ്രധാനമന്ത്രിയെ ഇല്ലാതാക്കാൻ പാകിസ്ഥാനിൽ പോയി ശത്രു രാജ്യവുമായിട്ട് ഞങ്ങൾ സന്ധി ഉണ്ടാക്കില്ല. ഈ ഇന്ത്യയെ രക്ഷിക്കാൻ വേണ്ടി നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ ഞങ്ങളാരും ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെതിരായിട്ട് ചൈനയിൽ പോയി ഒപ്പിടില്ല, ചൈനയിൽ പോയി കരാറുണ്ടാക്കില്ല. ഇത് രണ്ടും ചെയ്തവരാണ് കോൺഗ്രസ്സുകാർ. പിന്നെ CPM-ൻ്റെ കാര്യം, ഇവിടെ പ്രസംഗിക്കുന്ന, ഇവിടെ സംസാരിക്കുന്ന CPM-ൻ്റെ പ്രതിനിധി അദ്ദേഹം പറയുന്നത് എന്താ? ഞങ്ങൾക്ക് മതമില്ല, ഞങ്ങൾക്ക് മതേതരത്വം മാത്രമാണ്. അദ്ദേഹത്തിന് DYFയുടെ നേതാവാണ്. അദ്ദേഹം പണ്ട് പറഞ്ഞത് ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം, ഞങ്ങളിലില്ല ഇസ്ലാം രക്തം, ഞങ്ങളിലില്ല മുസ്ലിം രക്തം, ഞങ്ങളിലില്ല ഹിന്ദു രക്തം, ഞങ്ങളിലുള്ളത് മാനവരക്തം. ഈ മാനവരക്തത്തിനു വേണ്ടി സംസാരിക്കുന്നവർ സ്വന്തം കുഞ്ഞിനെ പള്ളിയിൽ പോയി മാമോദസ മുക്കുന്നത് എന്തിനാ? മാമോദസ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്നറിയോ? ഞാൻ ക്രിസ്ത്യാനിയായി ജീവിച്ചോളാമെന്ന, ഞാൻ ക്രിസ്ത്യാനിയായി എൻ്റെ കുട്ടിയെ ജീവിപ്പിക്കാം എന്ന് പറയുന്ന കരാറാണ് മാമോദസ. അപ്പോൾ ഒരു ഭാഗത്ത് മാമോദസ മുക്കി എൻ്റെ കുട്ടിയെ ക്രിസ്ത്യാനിയാക്കാൻ തയ്യാറാക്കുക, മറുഭാഗത്ത് പാവപ്പെട്ട ജനങ്ങളെടുത്ത് ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം, ഞങ്ങളിലില്ല ഹിന്ദു രക്തം, ഞങ്ങളിലുള്ളത് മാനവരക്തം എന്ന് പറയാം. ഇങ്ങനത്തെ ഇരട്ടത്താപ്പും കാപട്യവും BJPക്ക് ഇല്ല. ഞങ്ങൾ ഹിന്ദുത്വത്തിന് വേണ്ടി നിലനിൽക്കുന്നു. ഞങ്ങളെ ഞാൻ ആദ്യത്തെ ഘട്ടത്തിൽ ആരും പറഞ്ഞപ്പോൾ ഇടപെട്ടില്ല, അതുകൊണ്ട് അങ്ങ് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അതിനുശേഷം അത് വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് പോലും കടന്നു പോകുന്നുണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ട് ചോദിച്ച ചോദ്യത്തിലേക്ക് പക്ഷെ അങ്ങ് വന്നില്ല. കോൺഗ്രസ് ഇന്ത്യൻ ബജറ്റിൽ 15% എക്സ്ക്ലൂസീവായി മുസ്ലിങ്ങൾക്ക് അനുവദിച്ചു കൊടുക്കാനുള്ള തീരുമാനമെടുത്തിരുന്നു എന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് എന്തു തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് അങ്ങ് പറഞ്ഞാൽ എനിക്കത് ചോദ്യമായി കോൺഗ്രസ് പ്രതിനിധിയോട് പറയാമായിരുന്നു. നിങ്ങൾ പറയുന്നതിന് മറുപടി പറയാം, പക്ഷെ അതിന് മുമ്പ് പറഞ്ഞതിന് മറുപടി പറയാൻ പറ്റില്ല എന്ന് പറയുന്നത് ശരിയാവില്ല. പറഞ്ഞില്ല, അതിന് മറുപടി ഘട്ടമായതുകൊണ്ട് ഇടപെടാതെ പോവുകയായിരുന്നു. ഏറെക്കുറെ മറ്റുള്ളവർക്ക് അനുവദിച്ചു കൊടുത്ത സമയം കഴിഞ്ഞതിന് ശേഷം ഇടപെട്ടതാണ്. അതിന് മറുപടി പറയേണ്ട ബാധ്യത എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ മറുപടി പറഞ്ഞത്. അത് വ്യക്തിപരമാണ്. പ്രധാനമന്ത്രിയെ നുണയൻ എന്ന് വിളിച്ചത് വ്യക്തിപരമാണ്. പക്ഷെ ഞാനതിൽ ആ സമയത്ത് ഇടപെട്ടില്ലല്ലോ. ഞാൻ ആര് സംസാരിക്കുമ്പോഴും ഇടപെടില്ല. അതുകൊണ്ട് നിങ്ങൾ ഇടപെടുന്നു എന്ന വാക്ക് ഉപയോഗിക്കരുത്. ഞാൻ ആര് പറയുമ്പോഴും ഇടപെടില്ല, അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ അവരുടെയൊക്കെ വ്യക്തിപരമായ കാര്യത്തിൽ ഞങ്ങൾ തുറന്നു കാട്ടുകയാണ്. ഒരു ഭാഗത്തും മതേതരത്വം പറയും. എൻ്റെ കയ്യിൽ മിസോറാം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എൻ്റെ പഴയ റെക്കോർഡുകളിൽ, ഞാനിതും കൂടി പറഞ്ഞ് നിർത്താം, പഴയ റെക്കോർഡുകളിൽ തപ്പി നോക്കിയപ്പം കോൺഗ്രസിൻ്റെ ഒരു വാഗ്ദാന പത്രിക കണ്ടു. നിയമസഭ, ലോക്സഭ. അത് നിയമസഭയാണ്. അതിൽ കുരിശാണ്, കൈപ്പത്തിയുടെ ഉള്ളിൽ കുരിശ്. ഞങ്ങൾ ക്രിസ്തീയ രാജ്യം സ്ഥാപിക്കും. ബെറ്റ് വെക്കാനുണ്ടെങ്കിൽ ഞാനിവിടുത്തെ കോൺഗ്രസിൻ്റെ പ്രതിനിധിയോട് പറയാണ്, മാതൃഭൂമിയുടെ ഫ്ലോറിൽ ഞാനത് കൊണ്ടുവന്ന് കാണിക്കാം. അത് കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയാണ് മിസോറാമിലെ. ഇവർ കാണിക്കുന്നത് എവിടെയാണോ, ഞാൻ ചോദിക്കട്ടെ, ഒരൊറ്റ ചോദ്യം ചോദിച്ചാൽ നിർത്താം, നിങ്ങൾ പറഞ്ഞതിന് ഉത്തരവും പറയാം. CAA, സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട്, ഏതെങ്കിലും മുസ്ലിം ജനങ്ങൾക്ക് വിരുദ്ധമാണോ ഇന്ത്യയിലെ? അല്ലല്ലോ. പക്ഷേ ഈ CAA കുറിച്ച് കോൺഗ്രസ് എന്താ കേരളത്തിൽ പറഞ്ഞത്? പിണറായി വിജയൻ മലപ്പുറത്ത് പോയി പ്രസംഗിച്ചില്ലേ? രണ്ടാം കിട പൗരന്മാരാക്കാനാണ്, ഈ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ രണ്ടാം കിട പൗരന്മാരാക്കാൻ വേണ്ടിയാണ് BJP CAA കൊണ്ടുവന്നത് എന്ന് പറഞ്ഞ് പ്രസംഗിച്ചില്ലേ? അപ്പൊ ഇവർക്കെന്തും പറയാം, ഞങ്ങൾക്ക് പറയാൻ പാടില്ല. മൻമോഹൻ സിംഗിന്റെ സ്റ്റേറ്റ്മെന്റിൽ മുസ്ലിം എന്ന പദമുണ്ടോ ഇല്ലയോ? ഒരൊറ്റ ചോദ്യം ഞാൻ ചോദിക്കാം നിങ്ങളോട്. മൻമോഹൻ സിംഗ് 2006 പറഞ്ഞതിൽ മുസ്ലിം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ ഇല്ലയോ? രാജ്യത്തിന്റെ വിഭവങ്ങൾ, ആ വിഭവങ്ങളിലെ പ്രധാനപ്പെട്ട അവകാശി മുസ്ലിം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ? അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ബജറ്റ് എന്ന് പറയുന്നത് ഈ ഭാരതത്തിലെ മുഴുവൻ ജനങ്ങൾക്കാണ്. അത് മതപരമായി വിഭജിച്ചു കൊടുക്കേണ്ടതല്ല. ഇവര് പറഞ്ഞിരിക്കുന്നത് പലതും അങ്ങനെയാണ്. ഇവരുടെ ഇപ്പോഴത്തെ പ്രകടന പത്രികയിൽ
ശരി, ഞാൻ ഇടപെടുകയാണ്. ബജറ്റിൽ 15% എക്സ്ക്ലൂസീവായി വിഭജിച്ചു കൊടുക്കും മുസ്ലിങ്ങൾക്ക് എന്ന് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പറഞ്ഞിട്ടില്ല. മുസ്ലിം എന്നല്ല, പുവർ മുസ്ലിം എന്നാണ് പറഞ്ഞത്. അതിനു മുൻപ് ആദിവാസികൾ എന്ന അടക്കമുള്ള പരാമർശങ്ങളുണ്ട് എന്നത് ഞാൻ അങ്ങയുടെ മുന്നിലേക്ക് വെക്കുന്നു. അങ്ങേക്ക് അടുത്ത ഘട്ടത്തിൽ അതിനെ ഗണിക്കുകയും ചെയ്യാം. ബി ഗോപാലകൃഷ്ണൻ പുവർ മുസ്ലിം എന്ന് പറഞ്ഞിട്ടുണ്ട്. പുവർ മുസ്ലിം എന്ന് പറഞ്ഞിട്ടുണ്ട്. പുവർ മുസ്ലിം എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലല്ല, മുസ്ലിം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കൂടെ പിന്നാക്ക വിഭാഗങ്ങൾ, ആദിവാസികൾ, മുസ്ലിം എന്ന് തുടങ്ങി. അല്ലല്ല, അതെങ്ങനെയാ? മറ്റുള്ളതൊക്കെ നിങ്ങൾ കണ്ണടച്ച് കളയും. മുസ്ലിം എന്ന് പറയുമ്പോൾ മാത്രം നിങ്ങൾക്ക് പെട്ടെന്ന് അങ്ങ് കൊണ്ടുപോകും അല്ലേ? അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. പിന്നെ അല്ലല്ല, ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കെതിരല്ല എന്നിട്ട് അവർ പറഞ്ഞു പേടിപ്പിച്ചു, ഇവർ പറഞ്ഞു പേടിപ്പിച്ചു എന്ന് പറഞ്ഞില്ലേ? 2019 ദുംകയിൽ, ജാർഖണ്ഡിൽ പ്രധാനമന്ത്രി പറഞ്ഞതെന്താ? സിഎക്കെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നവരുടെ വസ്ത്രം കണ്ടാൽ അറിയാം എന്ന് പറഞ്ഞത് എന്ത് വിചാരിച്ചിട്ടാണ്? എന്താ സംശയം? ശരിയല്ലേ? പ്രതിഷേധിക്കുന്നവരുടെ വസ്ത്രം മാത്രമല്ല, രൂപം കണ്ടാലും അറിയാം. അതെന്ത് വസ്ത്രവും രൂപമാണ്? ഞങ്ങളാരും പഠിച്ചിട്ടില്ല മനുഷ്യന്മാരെ വസ്ത്രവും രൂപം കണ്ട് തിരിച്ചറിയാൻ. ആ പഠിപ്പ് നിങ്ങളുടേതാണ്. മാന്യതയുള്ള മാധ്യമങ്ങൾ കൃത്യമായി പറയണമായിരുന്നു. നിങ്ങൾ പറഞ്ഞില്ലല്ലോ. എന്ത് പറയണമായിരുന്നു? അല്ല, രാജ്യത്തെ ജനങ്ങളെ വസ്ത്രവും രൂപം കൊണ്ട് തിരിച്ചറിയണം എന്ന് മാന്യതയുള്ള മാധ്യമങ്ങൾ പറയണമായിരുന്നോ? പ്രധാനമന്ത്രി പറഞ്ഞു, നിങ്ങളുടെ രാഷ്ട്രീയ നേതാവ് പറഞ്ഞു. അതെന്തുകൊണ്ടാണ്? സിഎയെ കുറിച്ച് നിങ്ങൾ എന്താ പറഞ്ഞത്? സിഎയെ കുറിച്ച് പ്രധാനമന്ത്രി എന്നാണ് പറഞ്ഞത്? സിഎക്കെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നവർ 2019 ജാർഖണ്ഡിൽ അദ്ദേഹം പറഞ്ഞു, സിഎക്കെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നവരുടെ വസ്ത്രം കണ്ടാൽ അറിയാമെന്ന് പറഞ്ഞു. മനുഷ്യന്മാരെ വസ്ത്രം കണ്ട് തിരിച്ചറിയാനുള്ള എന്ത് DNA പരിശോധനയാണ് നിങ്ങൾക്കുള്ളത്? സിഎയെ കുറിച്ച് മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ എന്താ പറഞ്ഞത്? എന്താണ് പറഞ്ഞത്? നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് സിഎയെ കുറിച്ച് സംസാരിക്കുന്നത്? നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് പ്രധാനമന്ത്രി ആ പരാമർശം നടത്തിയത്? ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കുമ്പോൾ ഇങ്ങോട്ട് തിരിച്ചൊരു ചോദ്യമാണ് മറുപടി ആണോ? അങ്ങ് പറയുന്നത് ഞാൻ പറയാമെന്നേ, അങ്ങ് ഇതിനൊരു മറുപടി പറയൂ. ഞാൻ പറയാം മറുപടി. എന്താണാവോ നിങ്ങൾ പറയുന്നത്? അല്ലെ, എന്താണാവോ മറുപടി? എന്താണാവോ മറുപടി? രാജ്യത്തെ മനുഷ്യരെ വസ്ത്രം കണ്ടും ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞ രൂപം കണ്ടും തിരിച്ചറിയാൻ കഴിയുന്ന ആ വിശിഷ്ട സിദ്ധി ഒന്ന് പറഞ്ഞു തരുമോ? ഒന്ന് മനസ്സിലാക്കാനാണ്. മനുഷ്യന്മാരെ ഏറെ കണ്ടിട്ടുണ്ട് 10-14 വർഷത്തിനിടയ്ക്ക്. ഇതുവരെ ഒരു മനുഷ്യനെയും അങ്ങനെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇനി ഒട്ട് തിരിച്ചറിയാൻ പോകുന്നുമില്ല അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ. ഇനിയൊട്ട് തിരിച്ചറിയാൻ പോകുന്നുമില്ല. അല്ലാതെ തുള്ളണ്ട മാധു, അതിനുള്ളതൊന്നും ഇല്ല താൻ. അല്ല, ആ ത്രാസിലെ മനുഷ്യന്മാരെ അവരുടെ അഭിമാനത്തിന്റെ പേരിൽ, അല്ല അവരുടെ മികവിന്റെ പേരിൽ, അവരുടെ പ്രയത്നത്തിന്റെ പേരിൽ, അവരുടെ വസ്ത്രത്തിന്റെ പേരിൽ, അവരുടെ നിറത്തിന്റെ പേരിൽ, ഇതിനൊക്കെ അളക്കാനുള്ള അങ്ങയുടെ ആ ത്രാസ് അങ്ങേക്ക് പ്രധാനമന്ത്രിയുടെ കയ്യിൽ നിന്ന് കിട്ടിയതാണെങ്കിൽ ആ ത്രാസിനെ കുറിച്ച് എനിക്ക് ഒരു ബഹുമാനവുമില്ല. കേട്ടോ, ആ ത്രാസിനെ കുറിച്ച് എനിക്ക് ഒരു ബഹുമാനവുമില്ല. ഞാൻ എത്രയുണ്ടെന്ന് അളക്കാൻ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ഞാൻ ഏൽപ്പിച്ചിട്ടില്ല. അങ്ങ് എത്രയുണ്ടെന്ന് ഞാൻ അളക്കാത്ത കാലത്തോളം അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ അങ്ങേക്ക് അത്ര ആധിപത്യ മനോഭാവമുള്ള മനുഷ്യരെ അളന്നാൽ മതി. കേട്ടോ, അങ്ങേക്ക് അത്ര ആധിപത്യമുള്ള മനുഷ്യന്മാരെ അളന്നാൽ മതി. ആ മനുഷ്യരെ കുറിച്ച് എനിക്ക് സഹതാപമേ ഉള്ളൂ. അങ്ങ് അളക്കാൻ നിൽക്കുന്ന ചില മനുഷ്യരുണ്ടല്ലോ, അവരെ കുറിച്ച് എനിക്ക് സഹതാപമേ ഉള്ളൂ. എന്നെ അളക്കണ്ട കേട്ടോ. അങ്ങയുടെ ത്രാസ് നിർത്തിക്കയില്ല. ശരി, നിങ്ങൾ സഹതാപമുണ്ട്. ജെയ്സി തോമസ് അവർ അധികാരത്തിലേക്ക് ഞാൻ അദ്ദേഹത്തിന്റെ പ്രസ്താവനയുടെ വെർബാറ്റുമാണ് പറയുന്നത്. ഞാൻ വരാം ശ്രീ ഡി ഗോപാലകൃഷ്ണൻ, ഞാൻ വരാം. ശ്രീ ജെയ്സി തോമസ് അവർ അധികാരത്തിലേക്ക് പറഞ്ഞത് രാജ്യത്തിന്റെ സമ്പത്തിന്റെ ആദ്യാവകാശമാണ് എന്നു വെച്ചാൽ ഈ സമ്പത്ത് ആർക്ക് കൊടുക്കും? കൂടുതൽ മക്കളെ ഉണ്ടാക്കുന്നവർക്കോ, നുഴഞ്ഞുകയറ്റക്കാർക്കോ? അതിനു നിങ്ങൾ തയ്യാറാണോ? അല്ല എന്ന് തിരിച്ചൊരു മറുപടി. അതിനു നിങ്ങൾ തയ്യാറാണോ? ഇത് കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയിലുണ്ട്. ഈ അർബൻ നക്സലുകൾ അമ്മ പെങ്ങന്മാരുടെ താലി പോലും വിട്ടുതരില്ല എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ പ്രധാനമന്ത്രിയാണ് ഹിന്ദു മുസ്ലിം രാഷ്ട്രീയത്തിൽ ഞാൻ ഇടപെടില്ല, ഇടപെട്ടാൽ ഞാൻ സ്വയം അയോഗ്യനാണെന്ന് പറഞ്ഞത്. ഏത് വിശ്വസിക്കണം? തീർച്ചയായിട്ടും അങ്ങയുടെ ചോദ്യം പ്രസക്തമാണ്. ആ ചോദ്യത്തിന്റെ മറുപടിയിലേക്ക് വരാം. പക്ഷെ അതിന് തൊട്ടു മുമ്പ് തന്റെ സഹജമായ അന്തസ്സ് വെളിവാക്കിക്കൊണ്ട് സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ പ്രതിനിധിയായി നമ്മളുടെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മാന്യൻ, അദ്ദേഹം ദീർഘസമയമെടുത്തുകൊണ്ട് ആദ്യ ഭാഗത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയുമായി ബന്ധമില്ലാത്തതും ഒരു പ്രാദേശിക പാർട്ടിയാണെന്നും സ്ഥാപിക്കാൻ വേണ്ടി സ്വതസിദ്ധമായ ശൈലിയിൽ അന്തസ്സ് കെട്ട അദ്ദേഹത്തിന്റെ വാദങ്ങൾ നിരത്തി. പിന്നീട് അതോടൊപ്പം തന്നെ BJPയെ ന്യായീകരിക്കാൻ, അഴിമതിയെ സംബന്ധിച്ച് പ്രഭാഷണം നടത്താൻ, അതുവഴി
ഏറ്റവും ഒടുവിൽ എൻ്റെ കുടുംബത്തിൽ പിറന്ന എൻ്റെ കുഞ്ഞിനെ വരെ അദ്ദേഹം ഇവിടെ സംസാര വിഷയമാക്കി. എനിക്ക് അതിനോടൊന്നും ഒരു അത്ഭുതമില്ല. കാരണം എന്താണ്, ചർച്ചയിൽ വന്നിരിക്കുന്ന എനിക്ക് തുടരാമെന്നാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായും കട്ടായല്ലോ. എനിക്ക് ആ കാര്യങ്ങളൊന്നും ഒരു അത്ഭുതവുമില്ല. കാരണം എന്താണ്, ചർച്ചയിൽ വന്നിരിക്കുന്ന സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ പ്രതിനിധിയുടെ പേര് ഗോപാലകൃഷ്ണൻ എന്നുള്ളതാണ്. അദ്ദേഹത്തിൽ നിന്ന് ഇതല്ലാതെ മറ്റെന്താണ് ഞാനല്ല കേരളത്തിൽ മലയാളികൾ പ്രതീക്ഷിക്കുക? അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പങ്കിനെയും ഇന്ത്യയും സംബന്ധിച്ച് ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വാദമുയർത്തിയത്. ഞാൻ അദ്ദേഹത്തിന്റെ വാദത്തെ അതിശയോക്തി കലർന്നതായി കരുതുന്നില്ല. കാരണം എന്താണ്, വിവരമെന്ന് പറയുന്നതും ചരിത്രമെന്ന് പറയുന്നതും ഈ സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ 7 അയലത്ത് പിറന്നവന്മാരുടെ അരികിൽ കൂടെ പോലും പോയിട്ടില്ല എന്നതുകൊണ്ട് ഇമ്മാതിരി വിഡ്ഢിത്തരം, ഇമ്മാതിരി പമ്പര വിഡ്ഢിത്തരം, അന്തസ് കെട്ട വർത്താനം ഏത് ഫ്ലോറിൽ വന്നുവെന്നും ഇവർ പറയും. ആദരണീയനായ BJPയുടെ പ്രതിനിധി, അങ്ങേക്കറിയുമോ ഇന്ത്യയിൽ പൂർണ്ണ സ്വരാജിനെ സംബന്ധിച്ച് ആദ്യം പ്രമേയം പാസ്സാക്കാൻ അവകാശവാദം ഉന്നയിച്ച 2 ആളുകളുടെ പേര്? ഒരാളുടെ പേര് ആദരണീയനായ സ്വാമി കുമാരാനന്ദ, മറ്റൊരാൾ അസ്രത്ത് മൊഹാനി. അതായത് ഇന്ത്യൻ മുസൽമാനും ഇന്ത്യൻ ഹൈന്ദവ സന്യാസത്തിന്റെ പ്രതീകമായ 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗങ്ങളാണ് അഖിലേന്ത്യാ കോൺഗ്രസിന്റെ പ്ലീനറി സെഷനിൽ വന്ന് ഇന്ത്യക്ക് പാതി സ്വാതന്ത്ര്യം പോരാ, പൂർണ്ണ സ്വാതന്ത്ര്യം വേണം എന്ന പ്രമേയം പാസ്സാക്കാൻ വാദമുയർത്തിയത്. ആ വാദമുയർത്തിയ പൂർണ്ണ സ്വരാജ് എന്ന ശബ്ദം ഇന്ത്യയിൽ ആദ്യമായി ഉയർത്തിയ പാർട്ടിയുടെ പേരാണ് ആദരണീയനായ ഗോപാലകൃഷ്ണ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത്. അതിനെ ചോദ്യം ചെയ്യാൻ ബ്രിട്ടീഷുകാരുടെ അടിപ്പാവാടയിൽ അഴുക്ക് പറ്റിയാൽ അത് വൃത്തിയാക്കാൻ നടന്നിട്ടുള്ള RSSകാർക്ക് ഒരർഹതയുമില്ല. അത് ആ പരിസരത്ത് പോലും നിങ്ങളിൽപ്പെട്ട ഒറ്റ ഒരുവനും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അങ്ങേക്ക് ആ ചരിത്രം അറിയില്ല. അങ്ങേക്ക് അബുവിനെയും ചാത്തുക്കുട്ടിയും അറിയില്ലേ? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ബ്രിട്ടീഷുകാരൻ രക്തസാക്ഷിത്വം വരിക്കേണ്ട വന്നയാൾ ആരായിരുന്നു? അബുവും ചാത്തുക്കുട്ടിയും. ഒരാൾ ഇന്ത്യൻ മുസൽമാന്റെ പൈതൃകം പറ്റുന്നയാളാണ്, ഒരാൾ അന്തസ്സുള്ള ഇന്ത്യൻ ഹിന്ദുമത വിശ്വാസത്തിന്റെ ഭാഗമായ ആളാണ്. 2 പേരും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർമാരായിരുന്നു. തലശ്ശേരി കോട്ടകൊത്തളങ്ങൾക്കകത്ത് സാമ്രാജ്യത്വത്തോട് ഏറ്റുമുട്ടി, ബ്രിട്ടീഷുകാരോട് ഏറ്റുമുട്ടി രക്തസാക്ഷിത്വം വരിക്കേണ്ട വന്നവരാണ്. ഷൂ നക്കാൻ പോയവന്മാരുടെ പൈതൃകമല്ല ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളത്. അങ്ങേക്കറിയില്ലേ, ONV കവിത എഴുതിയിട്ടുണ്ട് ലെനിൻ രാജേന്ദ്രൻ ചിത്രീകരിച്ച സിനിമയിൽ. എന്തായിരുന്നു കവിതയുടെ വാചകം? ഇരുട്ടിനെതിരെ ഇന്ത്യ കൊളുത്തിയ 4 കെടാദീപങ്ങൾ. ആരൊക്കെയായിരുന്നു എന്ന് അങ്ങേക്കറിയുമോ? ബ്രിട്ടീഷുകാരുടെ ഷൂ വൃത്തിയാക്കാനല്ല, അവരോട് നേർക്ക് നേരെ നിന്ന് നെഞ്ചൂക്കോടുകൂടെ ഏറ്റുമുട്ടി കയ്യൂരിൽ കഴുമരത്തിലേക്ക് നടന്നു നീങ്ങിയ 4 ചെറുപ്പക്കാർ. അതിൽ അബൂബക്കറുണ്ട്, ചിരുകണ്ഠനുണ്ട്, അങ്ങനെ തുടങ്ങിയ 4 ചെറുപ്പക്കാർ. അവർ നടത്തിയ ത്യാഗസുലഭമായ സമരങ്ങൾ, അതിന്റെ പ്രതീകമാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത്. ഞാൻ ചുരുക്കുന്നു, ഈ ചരിത്രം അങ്ങേക്ക് പിടികിട്ടില്ല. കാരണം എന്താണ്, നിങ്ങൾ ആ പ്രദേശത്തെ ഉണ്ടായിരുന്നില്ല. ബ്രിട്ടീഷുകാരുടെ പാദസേവ നടത്താൻ ഞങ്ങൾക്ക് അവകാശം നൽകണം എന്ന താമരപത്രം ചോദിച്ച് പുറകെ നടക്കുന്നവരായിരുന്നു നിങ്ങൾ ഓരോരുത്തരും. നിങ്ങളെയും ബ്രിട്ടീഷുകാരെയും ഒരേപോലെ തോൽപ്പിച്ച് ഇന്ത്യയിലെ ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തോടൊപ്പം വളർന്നു വന്ന പൈതൃകം, അതിന്റെ പിന്മുറക്കാരാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ. നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങേക്കത് മനസ്സിലാക്കാൻ എത്ര പറഞ്ഞു പഠിപ്പിച്ചാലും കഴിയില്ല എന്ന് എനിക്ക് നല്ല ധാരണയുണ്ട്. പിന്നെ അഴിമതിയെ സംബന്ധിച്ച് അങ്ങ് പ്രഭാഷണം നടത്തുന്നു അല്ലേ? വളരെ നല്ല കാര്യമാണ്. അഴിമതിയെ സംബന്ധിച്ച് ഇന്നയോളം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ലക്ഷണമൊത്ത അഴിമതിയായിരുന്നില്ലേ ഇലക്ട്രൽ ബോണ്ട്? ഇന്ത്യയുടെ കള്ളന്മാരുടെ തീന്മേശയിൽ നിന്നും താഴേക്ക് വലിച്ചെറിഞ്ഞ് എല്ലും കഷ്ണം വാങ്ങി തിന്നിട്ടല്ലേ ഇന്ത്യയിലെ ലോക്കൽ വർഗീയവാദികളായിട്ടുള്ള കേരളത്തിലെ BJPക്കാർ മുതൽ ദേശീയ വർഗീയവാദികളായിട്ടുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി വരെ ഈ തെരഞ്ഞെടുപ്പിനെ അഭിസംബോധന ചെയ്യുന്നത് അങ്ങനെയല്ലേ? കള്ളന്മാരുടെ തീന്മേശയിൽ നിന്നും താഴേക്കിട്ട അഴിമതി പണം അത് വാങ്ങി കുടിച്ചിട്ടല്ലേ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്? ആ നിങ്ങളാണോ? ഒറ്റക്കാര്യം അല്ല, അത് ശരിയല്ലല്ലോ. അദ്ദേഹം എത്ര സമയമെടുത്തുകൊണ്ട് ഇവിടെ ഗിരിപ്രഭാഷണം നടത്തി. അദ്ദേഹം എന്നെ വ്യക്തിപരമായി പോലും ആക്ഷേപിക്കാൻ ശ്രമിച്ചില്ലേ? അന്നേരം ഒന്നും അങ്ങനെ ഒരു ഇടപെടൽ കണ്ടില്ലല്ലോ. അപ്പൊ അത് ശരിയല്ല. എനിക്കതിന് മറുപടി പറഞ്ഞു പോകാനുള്ള സമയം അങ്ങ് അനുവദിച്ച് നൽകണം. അതാണ് മര്യാദ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളാണ് അഴിമതിക്കെതിരെ ഇവിടെ വന്ന് ഗിരിപ്രഭാഷണം നടത്തുന്നത്. പിന്നെ രണ്ട് വാചകം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ആദരണീയനായ ഗോപാലകൃഷ്ണ, അങ്ങേക്ക് എൻ്റെ കുഞ്ഞിനെ സംബന്ധിച്ച് അറിയണമല്ലേ? നല്ല കാര്യം. കാരണം എന്താണ്, അങ്ങ് രാഷ്ട്രീയം സംസാരിക്കുമ്പോൾ എൻ്റെ കുടുംബത്തെ സംബന്ധിച്ചും എൻ്റെ ചോരയിൽ പിറന്ന കുഞ്ഞിനെ സംബന്ധിച്ചും അങ്ങ് ആക്ഷേപം ഉന്നയിക്കും. അങ്ങേക്ക് എനിക്ക് ഉറപ്പുണ്ട്. കാരണം എന്താണ്, അങ്ങയെ സംബന്ധിച്ചിടത്തോളം ആ ആക്ഷേപം ഉന്നയിക്കാനുള്ള അങ്ങയെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ്? ഇന്ത്യയിലെ കേരളത്തിലെ അന്തസ്സില്ലാത്ത വർഗീയവാദികളായ തന്തയ്ക്കും തള്ളയ്ക്കും പിറന്നതല്ല എൻ്റെ കുഞ്ഞ്. ഏത് മനുഷ്യനെയും ഒരേപോലെ കാണണമെന്നും എല്ലാ മനുഷ്യരെയും ഒരേപോലെ സ്നേഹിക്കണമെന്നും ഇപ്പോഴും വിശ്വസിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന അന്തസ്സുള്ള മതനിരപേക്ഷവാദികളായ അച്ഛനും അമ്മയ്ക്കും പിറന്ന കുഞ്ഞാണ് എൻ്റെ കുഞ്ഞ്. അതിനെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് പൊള്ളും. അവൻ നാളെ, എനിക്കുറപ്പുണ്ട്, ഗർഭിണിയായ സ്ത്രീയെ ബലാത്സംഗം ചെയ്ത അവരുടെ വയറ്റിൽ നിന്ന് ഭ്രൂണത്തെ എടുത്ത് വലിച്ച് പുറത്തിടാൻ നടക്കുന്ന അങ്ങയുടെ RSSൽ അവൻ ഉണ്ടാവില്ല. പള്ളി തകർക്കാൻ,
അമ്പലം തകർക്കാൻ, അതേപോലെ മനുഷ്യന്മാരെ കൊന്ന് അവരുടെ രക്തം കുടിക്കാൻ നടക്കുന്ന അങ്ങയടക്കമുള്ള ഇന്ത്യയിലെ അന്തസ് കെട്ട വർഗീയവാദികളിൽ ആ ചോരയിൽ പിറന്നവർ ഉണ്ടാകില്ല. അങ്ങനെയുള്ളവരെ കാണുമ്പോൾ അങ്ങേക്ക് അസാധാരണമായ ചില സൂക്കേടുണ്ടാകും. ആ സൂക്കേട് മാറ്റാൻ ഇലക്ട്രൽ ബോണ്ട് വഴി കിട്ടിയ കള്ളപ്പണം ഉണ്ടെങ്കിൽ അത് വെച്ച് ചികിത്സ നടത്താൻ BJPയുടെ സംസ്ഥാന നേതൃത്വത്തോട് അങ്ങ് അഭ്യർത്ഥിക്കണം. അതാണ് വേണ്ടത്. അല്ലാതെ ഇവിടെ വന്നിരുന്ന് മാന്യതകളുടെ സംസാരം പറയുമ്പോൾ അന്തസ് കെട്ട BJPയുടെ നിലവാരമില്ലായ്മ തുറന്നു വെക്കുകയല്ല ചെയ്യേണ്ടത്. ശരി, ഞാൻ ഇടപെടുകയാണ്. ശ്രീ രാജു പി നായർ, രാജസ്ഥാനിലെ മധോപൂരിൽ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം സംസാരിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസിന്റെ പ്രകടന പത്രിക അത് മുസ്ലിം ലീഗിൻ്റെതാണ് എന്നാണ്. രാഹുൽ ഗാന്ധി 2019 വയനാട്ടിൽ വന്ന് മത്സരിച്ചത് രാജ്യത്ത് മൈനോറിറ്റി എവിടെയാണോ മജോറിറ്റി ആകുന്നത് എന്നൊരു ഒരു ദീർഘവീക്ഷണ യന്ത്രം വെച്ച് നോക്കി കണ്ടെത്തിയതിന് ശേഷമാണ് എന്നാണ്. അങ്ങനെ അതായത് ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് രാജസ്ഥാനിൽ നിന്ന് തുടങ്ങി എവിടെയൊക്കെ പ്രസംഗിച്ചോ അവിടെയൊക്കെ ഏറ്റവും അവസാനം അദ്ദേഹത്തിന് നേരിട്ടല്ല എങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു കാരണം കാണിക്കൽ നോട്ടീസ് BJPക്ക് അയച്ചിട്ട് പോലും ഇന്നലെയും ഈ പരാമർശങ്ങൾ നടത്തുന്നുണ്ട്. അതിലൊന്ന് വോട്ട് ജിഹാദ് വേണോ രാമരാജ്യം വേണോ എന്നുള്ളതാണ്. പാകിസ്ഥാനിൽ തീവ്രവാദികൾ ഇന്ത്യക്കെതിരെ ജിഹാദ് നടത്തുന്നുണ്ട്. ഇവിടെ എനിക്കെതിരെ വോട്ട് ജിഹാദ് നടത്താൻ കോൺഗ്രസ് ആഹ്വാനം ചെയ്യുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് നിങ്ങളുടെ സഖ്യകക്ഷി നേതാവ് മലയാളത്തിൻ്റെ വോട്ട് ജിഹാദ് എന്ന് പറയുന്ന വിവാദമായ പരാമർശത്തെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യത്തിനനുസരിച്ച് ആയുധമാക്കിയെടുത്തുകൊണ്ടാണ് പറയുന്നത്. മോദിക്കെതിരെ വോട്ട് ചെയ്യാൻ ഒരു മതവിഭാഗത്തോട് ആവശ്യപ്പെടുന്നു എന്ന്. എല്ലായിടത്തും മതം പറയുന്നതെല്ലാം മതം. ജാർഖണ്ഡിൽ പോയി പറഞ്ഞത് SC ST OBC സംവരണം അപ്പാടെയെടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കണമെന്നുള്ളതാണ് കോൺഗ്രസ് ചെയ്യാൻ പോകുന്നത് എന്നാണ്. ഈ മതം അത്രയും പറഞ്ഞിട്ട് സാമൂഹ്യ മാധ്യമങ്ങൾ ഇത്ര സജീവമായ കാലത്ത് പറഞ്ഞത് കേട്ടാൽ കേട്ടത് മനസ്സിലാവുന്ന ജനങ്ങളുടെ മുന്നിൽ വെച്ച് വീണ്ടും അത് തിരിച്ചു പറയുമ്പോൾ ഇതൊക്കെ അപ്പാടെ വിഴുങ്ങുന്ന ഒരു വലിയ വിഭാഗം, അങ്ങനെ അല്ലെങ്കിൽ പറഞ്ഞത് ഇങ്ങനെയാണെന്ന് പറഞ്ഞു പരത്താൻ കഴിയുന്ന ഒരു സംഘടനാ സംവിധാനം അപ്പുറത്തുണ്ട് എന്ന ആത്മവിശ്വാസം മാത്രമല്ലേ അതൊരു ഉപാധിയാവുകയുള്ളൂ. മാധു, ഞാൻ അതിനകത്തേക്ക് വരാം. ഈ ദയവ് ഇത് ഞങ്ങൾക്കൊക്കെ അല്പം സമയം കൂടുതൽ തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാരണം വെച്ചാൽ വിഷം കുത്തിവെക്കാൻ എളുപ്പമാണ്, ആ വിഷത്തിനുള്ള മറുമരുന്ന് അല്പം സമയമെടുക്കും. അപ്പോൾ ഈ കുത്തിവെച്ച വിഷത്തിനെ കുറിച്ചെല്ലാം ജനങ്ങളോട് പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അല്പം സമയം തരണം. ആദ്യമായിട്ട് ഈ ശ്രീ ഗോപാലകൃഷ്ണൻ ഇവിടെ സൂചിപ്പിച്ചപ്പോൾ BJPയുടെ ഏറ്റവും തനത് സ്വഭാവം പുറത്തേക്ക് വന്നു. ഒരു സ്ത്രീ ആയിട്ടുള്ള മാധു എങ്ങനെയാണ് BJPക്കാരൻ്റെ മുന്നിൽ തുള്ളുക? ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ തുള്ളണ്ട എന്നും അത്ര വലിയ ആളാവാൻ വരണ്ട എന്നുള്ള തൃശ്ശൂർ കേട്ട ഭാഷയുമെല്ലാം BJPയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ജനാധിപത്യത്തെക്കുറിച്ചുള്ള സങ്കല്പം എന്താണെന്ന് വെളിവാക്കുന്നതാണ്. മനസ്സിലായി? ജനങ്ങൾക്ക് ഇവിടെ CPMനോട് ഞങ്ങൾക്ക് എതിർപ്പുണ്ട്, പക്ഷെ CPMന് ചോദ്യം ചോദിക്കാൻ അവകാശമില്ല എന്ന് പറയുന്ന ജനാധിപത്യ വിരുദ്ധത അംഗീകരിച്ചു കൊടുക്കാൻ കോൺഗ്രസ് പോലും തയ്യാറല്ല. മനസ്സിലായില്ലേ? വോട്ടിന്റെ അടിസ്ഥാനത്തിലും ഇതിന്റെ അടിസ്ഥാനത്തിലും ഇവിടുത്തെ ജനങ്ങൾ ഓരോ മനുഷ്യരുമുള്ള വോട്ടിന്റെ അധികാരത്തിൽ ചോദ്യം ചോദിക്കും ഗോപാലകൃഷ്ണൻ. ആ ചോദ്യത്തിന് മറുപടി പറയാനുള്ള മനസ്സിന്റെ പേരാണ് ജനാധിപത്യ ബോധം. അത് നിങ്ങൾക്കില്ല എന്നുള്ളതാണ്. ഇനി രണ്ടാമത്, അദ്ദേഹം ഇവിടെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, മൻമോഹൻ സിംഗിന്റെ പ്രസംഗത്തെ വക്രീകരിച്ചു. ഒരു പ്രാവശ്യം കൂടി പെട്ടെന്ന് ഞാൻ ചെയ്യാം. മാധു ഇവിടെ പറഞ്ഞ പോലെ തന്നെ SC ST OBC ഉൾപ്പെടെയുള്ള മതവിഭാഗങ്ങൾ ജനവിഭാഗങ്ങൾക്ക് സമുദായങ്ങൾക്ക് ഇന്ത്യയുടെ സമ്പത്തിലുള്ള ആദ്യത്തെ അവകാശം വേണമെന്ന് പറഞ്ഞു. അവിടെ മൈനോറിറ്റി എന്ന് പറഞ്ഞു, പർട്ടിക്കുലർലി മുസ്ലിംസ്, പ്രത്യേകമായി മുസ്ലിങ്ങൾക്ക് ഈ രാജ്യത്തിന്റെ സമ്പത്തിൽ OBCയോടും ആദിവാസികളോടും SC STകളോടും ഉൾപ്പെടെ അവർക്ക് അവകാശമുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. കാരണം എന്താ? മൈനോറിറ്റി എന്ന് പറയുന്ന ആരൊക്കെയാ? മുസ്ലിം, ക്രിസ്ത്യൻ, ബുദ്ധമതം, പാർസി, സിഖ്, ജെയിൻ, ഈ 6 മതവിഭാഗങ്ങൾ കൂടുന്നതാണ് മൈനോറിറ്റി. ഈ മൈനോറിറ്റിയിൽ ഈ 6 വിഭാഗത്തിൽ സാമുദായികമായും സാമൂഹികമായും സമ്പത്ത് കൊണ്ടും പിന്നോക്കം നിൽക്കുന്നത് മുസ്ലിം വിഭാഗമാണെന്ന് നിങ്ങളുടെ ഗവൺമെന്റിന്റെ പഠനമുണ്ട്. അങ്ങനെ സാമുദായികവും സമ്പദ് വ്യവസ്ഥയിലും പിന്നോട്ട് നിൽക്കുന്നവരെ പ്രത്യേക പരിഗണന കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് ഈ രാജ്യത്തിന്റെ നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് അടിസ്ഥാനത്തിൽ ഞങ്ങൾ പറയുന്നതാണ്. ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു ഗോപാലകൃഷ്ണൻ, നിങ്ങൾ എത്ര വേണേ വിഷം കുത്തിവെച്ചോളൂ, ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു. പിന്നെ അദ്ദേഹം ഹിന്ദുത്വ ദേശീയത എന്നൊരു വാക്ക് ഉപയോഗിച്ചു. എവിടെയാ ഹിന്ദുത്വ ദേശീയത ഉണ്ടായിരുന്നത്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഹിന്ദുത്വത്തിന് ഒരു സ്ഥാനം ഉണ്ടായിരുന്നില്ല. സ്വാതന്ത്ര്യപൂർവ്വ ഇന്ത്യയിൽ VD സവർക്കർ മുന്നോട്ട് വെച്ച ഹിന്ദുത്വം എന്നുള്ള രാഷ്ട്രീയ അജണ്ട RSS മുന്നോട്ട് കൊണ്ടുപോകാൻ പോയിട്ട് അത് പരാജയപ്പെടുത്തിയ ഒരു മൂവ്മെന്റിന്റെ പേര് കൂടിയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം.
ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഈ നാട്ടുരാജ്യങ്ങളെ മുഴുവൻ ഒരുമിപ്പിച്ച് നിർത്തിയത് അത് സാമ്രാജ്യത്വ വിരുദ്ധതയായിരുന്നു. ആ സാമ്രാജ്യത്വ വിരുദ്ധത ഇന്ത്യൻ ദേശീയതയായി മാറിയപ്പോ ഗോപാലകൃഷ്ണൻ, അങ്ങയുടെ പൂർവികർ അവർക്ക് വേണ്ടി വിടുപണി ചെയ്യുകയായിരുന്നു. കോൺഗ്രസ്സുകാരെ ഉൾപ്പെടെയുള്ള ഈ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി നിന്നവരെ അവരെ ഒറ്റുകൊടുത്ത ചരിത്രം അതാണ് നിങ്ങളുടെ ഉണ്ടായിരുന്നത്. നിങ്ങളുടെ ഊർജം സാമ്രാജ്യത്തെ എതിർക്കാനല്ല, മറിച്ച് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും എതിർക്കാൻ വേണ്ടി ഉപയോഗിക്കൂ എന്ന് പറഞ്ഞ നേതാവിന്റെ ആശയമാണ് ഗോപാലകൃഷ്ണൻ കൊണ്ട് നടക്കുന്നത്. പിന്നെ ഈ ദേശീയതയോടൊപ്പം കൂടുന്നതാണ് പാകിസ്ഥാനും ചൈനയും. ചൈനയിൽ കോൺഗ്രസ് പോയി. ഞാൻ ചോദിക്കട്ടെ ഗോപാലകൃഷ്ണൻ, 2007 BJPയുടെ പ്രസിഡന്റ് മാത്രമായിരുന്ന രാജ്നാഥ് സിംഗ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ക്ഷണം സ്വീകരിച്ച് ചൈനയിൽ പോയത് എന്തിനായിരുന്നു? അവിടെ പോയി അദ്ദേഹം പറഞ്ഞല്ലോ ഇന്ത്യയും ചൈനയുമായിട്ടുള്ള ചരിത്രപരമായ ബന്ധത്തെക്കുറിച്ച്. എന്തായിരുന്നു ഇന്ത്യയും ചൈനയായിട്ടുള്ള ചരിത്രപരമായ ബന്ധം? ഇനി 2008 അദ്ദേഹം വീണ്ടും പോയല്ലോ. എന്തിനായിരുന്നു 2008 വീണ്ടും പോയത്? 2009 RSSന്റെ ഒരു പ്രതിനിധി സംഘത്തെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ക്ഷണപ്രകാരം ചൈനയ്ക്ക് അയച്ചല്ലോ ഗോപാലകൃഷ്ണൻ. എന്തായിരുന്നു നിങ്ങൾക്ക് ചൈനയോട് സംസാരിക്കാനുണ്ടായിരുന്നത്? ഇനി 2014 അമിത്ഷാ ഇവിടുന്ന് BJPയുടെ ഒരു പ്രതിനിധി സംഘത്തെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് അയച്ചല്ലോ. എന്തായിരുന്നു പഠിക്കാനുണ്ടായിരുന്നത്? ദ പാർട്ടി സ്കൂൾ എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി RSSന്റെ പ്രവർത്തകരെ അമിത്ഷാ ചൈനയ്ക്ക് അയച്ചു. എന്നിട്ട് ഇവിടെ വന്നിരുന്ന് നെടുതികളെ പ്രസംഗിക്കുകയാണല്ലേ ചൈനയും കോൺഗ്രസും തമ്മിലുള്ള ബന്ധം. ചൈനീസ് പാർട്ടി യുദ്ധത്തെ കോൺഗ്രസ് പ്രതിരോധിച്ചതാണ് ചെയ്തത്. നമുക്ക് പരാജയം സംഭവിച്ചിട്ടുണ്ടാവാം, പക്ഷെ അവിടെ നിന്ന് ഒരു അഗ്രഷൻ ഉണ്ടായപ്പോൾ അതിനെതിരെ അതിനെ പ്രതിരോധിച്ച ഭരണമുന്നണിയുടെ പേര് കോൺഗ്രസിന്റെ ആയിരുന്നു. ഈ അരുണാചൽ പ്രദേശിൽ ഉൾപ്പെടെ ചൈന കടന്നു കയറി അവിടുത്തെ ഗ്രാമങ്ങളുടെ പേര് മാറ്റിയിട്ട് നിങ്ങൾക്ക് തിരിച്ചങ്ങോട്ടേക്കൊന്ന് നോക്കാൻ പോലും കഴിഞ്ഞിട്ടുണ്ടോ? ലാൻഡ് ആൻഡ് പോളിസി എവിടെ പോയി? അരുണാചൽ പ്രദേശിന്റെ പേര് മാറ്റിയത് ചൈനയിലെ. നിങ്ങളുടെ വിദേശകാര്യ മന്ത്രിയല്ലേ പറഞ്ഞത് ചൈന ഇന്ത്യയേക്കാൾ വലിയ സമ്പദ് വ്യവസ്ഥയാണ്, അവരോട് മത്സരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞത്? ഇന്ത്യയുടെ ശരി ശ്രീരാജ്, പിന്നെ ഞാൻ ഇടപെടുകയാണ്. അങ്ങ് ആവശ്യപ്പെട്ട സമയം ഞാൻ നൽകിയെന്നാണ് വിചാരിക്കുന്നത്. അടുക്കൽ B ഗോപാലകൃഷ്ണൻ അങ്ങ് നേരത്തെ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, ഇത് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ ശബ്ദമാണെങ്കിൽ കേൾക്കാം. ഇത് കേൾക്കാൻ കഴിയില്ലെങ്കിൽ ഞാൻ വായിക്കാൻ തയ്യാറാണ്. ഐ സെഡ് മൈനോറിറ്റീസ്, particularly the Muslim minorities, if they are poor, they have priority on the resources of the country എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ നമ്മൾ തന്നെ കേട്ടതാണ്. മുസ്ലിങ്ങൾക്ക് അപ്പാടെ അങ്ങ് എഴുതി കൊടുക്കണം എന്നല്ല, പാവപ്പെട്ടവരാണ് എങ്കിൽ അപ്പാടെ എഴുതി കൊടുക്കണം എന്നല്ല, അവർക്ക് പ്രയോറിറ്റി എന്നാണ് പറയുന്നത്. രാജ്യത്തെ മൈനോറിറ്റീസ് അവർ പാവപ്പെട്ടവർ കൂടിയാണ് എങ്കിൽ, അവർക്ക് സാമുദായികവും സാമ്പത്തികവുമായ പിന്നാക്കാവസ്ഥയുണ്ടെങ്കിൽ അവർക്ക് രാജ്യത്തെ വിഭവങ്ങൾക്ക് മുകളിൽ പ്രയോറിറ്റി വേണമെന്ന് ആവശ്യപ്പെടുന്നത് എങ്ങനെയാണ് ഒരു അപരാധമായി മാറുന്നത് എന്നത് മനസ്സിലാകുന്നില്ല. നിങ്ങൾ ചോദിച്ച ഉത്തരം പെട്ടെന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ സമയമില്ല എന്ന് പറഞ്ഞ് പോവല്ലോ. കാരണം BJPക്കാരെ സമയമില്ലാതെ പറയിപ്പിക്കാതിരിക്കലാണല്ലോ നിങ്ങളെപ്പോലുള്ള മാധ്യമ അവതാരകരുടെ പ്രധാനപ്പെട്ട ജോലി. അതുകൊണ്ട് ഞാനതുകൊണ്ട് സമയം കളയുന്നില്ല. ഞാൻ എൻ്റെ ഈ CPMൻ്റെ പ്രതിനിധിയോട് പറയാൻ ആഗ്രഹിക്കുന്നത്, എൻ്റെ പൊന്നു ചങ്ങാതി, ഈ മാനവ സ്നേഹവും മാനവനായി ജീവിക്കണമെന്നും മാനവനായി കഴിയണമെന്നും ഞങ്ങളിൽ ക്രൈസ്തവ രക്തം ഇല്ലെന്നും ഒക്കെ പ്രഖ്യാപിച്ചത് ഞാനല്ല, നിങ്ങളാണ്. അങ്ങനെ പ്രഖ്യാപിച്ച് ഈ കേരളത്തിലെ പാവപ്പെട്ട കുറേ ചെറുപ്പക്കാരെ ഈ അവരുടെ ധർമ്മത്തിൽ നിന്നും അവരുടെ മതത്തിൽ നിന്നും ഒക്കെ മാറ്റിയിട്ട് അവരെ ഞങ്ങൾ മാനവവാദികളാന്ന് പറഞ്ഞ് കൊണ്ടു നടന്നത് നിങ്ങളാണ്. ആ നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾ കൊണ്ടുപോയി ക്രിസ്ത്യാനിയാക്കാമെന്ന് കരാർ എഴുതി കൊടുത്തപ്പോൾ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ സംസാരിക്കില്ല. ഞാൻ ഈ ചർച്ചയിൽ സംസാരിക്കില്ല. ശ്രീ ജെക്സി തോമസ് ഇടപെടരുത്. അങ്ങ് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഇടപെട്ടില്ല, അതുകൊണ്ട് അദ്ദേഹത്തിന് ഇടപെടരുത് എന്നൊരു ആവശ്യം മുന്നോട്ട് വെക്കാനുണ്ട്. ഞാൻ ശ്രീ B ഗോപാലകൃഷ്ണൻ, ഞാൻ അങ്ങോട്ട് രണ്ട് തവണ രാഷ്ട്രീയമായ അങ്ങ് വ്യക്തിപരമായ ഒരു കാര്യം പറഞ്ഞു, ജയ്ക്ക് അതിന് മറുപടി പറഞ്ഞത് അവിടെ അവസാനിപ്പിക്കുക എന്ന് പറയുന്നതാണ് ജനാധിപത്യ ബോധം. ഇത് ജയ്ക്കിന്റെ കുടുംബത്തിന്റെ മതവിശ്വാസത്തെ പറ്റിയുള്ള ഒരു ചർച്ചയല്ല.
മധു, ഞാനൊരു കാര്യം, ഞാൻ ഈ ചർച്ചയിൽ വളരെ നികൃഷ്ടമായ ഭാഷയിൽ എന്നെ ആക്രമിച്ചിട്ടും ഞാൻ മിണ്ടിയിട്ടില്ല. അതാണ് സാമാന്യ മര്യാദ. ഞാൻ ഒരാൾ സംസാരിക്കുമ്പോൾ ഇടപെടില്ല. അയാൾ സംസാരിക്കുമ്പോൾ ഞാൻ എതിർത്ത് സംസാരിക്കാനുമില്ല. പക്ഷേ ഇനി അയാൾ സംസാരിച്ചാൽ ഞാൻ ചർച്ച അവസാനിപ്പിക്കും. എനിക്കത്രേ ഉള്ളൂ. നിങ്ങൾ നിർത്തേണ്ടി വരും, അല്ലെ അയാളുടെ മൈക്ക് ഓഫ് ചെയ്യേണ്ടി വരും. എനിക്ക് പറയാനുള്ള ഒരു വരിയുണ്ട്, ആ ഒരു വരി ഞാൻ പറഞ്ഞിട്ടേ നിർത്തൂ. കാരണം എൻ്റെ അച്ഛനെയും അമ്മയും തറവാടിൽ ജനിച്ചവരായതുകൊണ്ട് അവരെന്നോട് പറഞ്ഞു, നീ ഹിന്ദു മതത്തിലും ഹിന്ദു വിശ്വാസത്തിലും ജീവിക്കണമെന്ന്. ചില തറവാട്ടിൽ ജീവിക്കുകയും കാപട്യം മാത്രം മുഖമുദ്രയാക്കിയിട്ടുള്ള ചില മാതാപിതാക്കന്മാർ മാനവരാണ്, മാർക്സിസ്റ്റുകാരാണ്, CPM-കാരാണ്, ലെനിനിസമാണ്, നമ്മളിൽ ഒഴുകുന്ന ചോര മാനവൻ്റെയാണെന്ന് പറഞ്ഞ് ആ പള്ളിയിലും മറ്റിടത്തൊക്കെ പോയിട്ട് കരാർ എഴുതി കൊണ്ടാക്കുന്ന ഒരു അച്ഛൻ്റെ എനിക്കെന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവിനോട് ഞാനങ്ങ് പറയാം. അതുകൊണ്ട് എനിക്കിതിൽ ഇടപെടാൻ കഴിയില്ല. ഗോപാലകൃഷ്ണൻ, അങ്ങ് അദ്ദേഹത്തെ വളരെ വ്യക്തിപരമായാണ് അധിക്ഷേപിക്കുന്നത്. ഇതാണ് അങ്ങയുടെ മര്യാദ? ഞാൻ അങ്ങനെ തന്നെ പറയും, അങ്ങനെ തന്നെ പറയും. കുടുംബത്തെ പറ്റിയോ കുടുംബാംഗങ്ങളെ പറ്റിയോ കണ്ടിട്ടുണ്ട്. ഇങ്ങോട്ട് പറഞ്ഞാൽ പറയും. അയാൾ ഇതിലും ഹീനമായ രാഷ്ട്രീയമായ അധിക്ഷേപങ്ങൾ, ഗർഭാവസ്ഥയിൽ ചെയ്യരുത് കേട്ടോ. ഗർഭാവസ്ഥയിൽ കേൾക്കേണ്ടി വന്നിട്ടുള്ള ഒരു കുഞ്ഞാണ് ജെക്സി തോമസ്. അതിനോട് മാനുഷികമായ പരിഗണന കാണിക്കണം. അതാണ് ആ കുഞ്ഞിനെ ഈ ചർച്ചയിൽ വിളിച്ചിട്ടത്. ഇത് ചെയ്യരുത്, മോശമാണ്. അയാളോട് നിർത്താൻ പറ, എന്നാ ഞാൻ സംസാരിക്കും. അല്ല, ഞാനില്ല, നിർത്താൻ ചർച്ചയ്ക്ക് ഞാനില്ല. ശാഖയിൽ പോയി പറഞ്ഞാൽ മതി. ഞാൻ നിർത്താം. തന്നോടല്ലടോ പറയുന്നത്, നാണം കെട്ടവനെ. പറഞ്ഞല്ലോ രണ്ടുപേരോടും വ്യക്തിപരമായ അതുകൊണ്ട് വർത്താനം വേണ്ട. വേഷം കൊണ്ടൊന്നും എന്നോട് വേണ്ട. അങ്ങനെ പറഞ്ഞാൽ ഇനിയും പറയും. ഇങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ട് പറയും. ഞാൻ പറയുന്ന പ്രേക്ഷകരോടാണ്, അസഭ്യമായതോ അശ്ലീലമായതോ ആയ പരാമർശം ഉണ്ടായാൽ എനിക്കത് ഉത്തരവാദിത്തമില്ല. രണ്ടും ഒരേ സമയം കേൾക്കാനും കൃത്യമായി തിരുത്താനും എനിക്ക് കഴിയില്ല എന്ന് വരും. കേട്ടോ, രണ്ടുപേരും ഒരുമിച്ച് സംസാരിക്കുന്നതിനിടയിൽ അരാഷ്ട്രീയമായ പരാമർശം എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. വർത്താനൊന്നും പറയണ്ട. ആര് പറയണ്ട? വർത്താനം പറയാനാണ് ചർച്ചയ്ക്ക് വിളിക്കുന്നത്. വർത്താനം പറയാനാണ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണനെയും ശ്രീ ജയശ്രീ തോമസിനെയും ഞാൻ വിളിക്കുന്നത്. ഇവിടെ വന്നിട്ട് വർത്താനം പറയണ്ട എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? വർത്താനം പറയാനാണ് വിളിച്ചിരിക്കുന്നത്. ചർച്ച എന്ന് പറയുന്നത് അങ്ങ് നേരത്തെ പറഞ്ഞു മ്യൂട്ട് ചെയ്യണം. ജനാധിപത്യമാണ്. മിണ്ടാൻ വേണ്ടിയും പറയാൻ വേണ്ടിയുമുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് ചർച്ച. കോട്ടയത്ത് നഗരത്തിലുണ്ട്. അതെങ്ങനെയാണ് ശരിയാവുക? അങ്ങ് അദ്ദേഹത്തിന്റെ മാസങ്ങൾ മാത്രം പ്രായമുള്ള കുഞ്ഞിനെ ഒരു ചർച്ചയിലേക്ക് വലിച്ചിട്ട് അദ്ദേഹം അത് മിണ്ടാതെ കേൾക്കണം എന്ന് പറയുന്നത് മര്യാദയാണോ? ഞാൻ കുഞ്ഞിനെ അല്ല വലിച്ചിട്ടെ, സമീപനത്തെയാ, കാപട്യത്തെയാ. എങ്ങനെയാ കുഞ്ഞിനെ വലിച്ചിടുന്നത്? അയാൾ ചെയ്ത കാപട്യം തുറന്നു പറയണ്ടേ? ഈ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരെ പറ്റിയാണ്. ജെക്സി തോമസ് അടക്കം കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് സ്വയം അടയാളപ്പെടുത്തിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗത്വമുള്ള മനുഷ്യരെ പറ്റിയാണ്. ഒരു വ്യക്തിയുടെ ജീവിതം, അതിന്റെ രാഷ്ട്രീയമൊക്കെ നിർണ്ണയിക്കാൻ ഒരു കാലപരിധിയുണ്ട്. ആ സമയത്ത് ജെക്സി തോമസിന്റെ മകൻ കമ്മ്യൂണിസ്റ്റുകാരനാവുകയാണെങ്കിൽ അവൻ തീരുമാനിക്കും. ജനിക്കുമ്പോഴേ കമ്മ്യൂണിസ്റ്റുകാരനാകാൻ ഇത് മതമല്ല, രാഷ്ട്രീയമാണ്. അതിന് ബോധം വേണം. അതെ, ഒരു കേരളത്തിലെ വലിയ ഒരു മാധ്യമം തന്നെയാണ് ഈ സാധനം വെളിയിൽ കൊണ്ടുവന്നത്. നിങ്ങൾ മനസ്സിലായി, മാധ്യമ പ്രവർത്തകരാണ്. അത് പറയാനുള്ള തന്റെ ഇടവും അത് പറയാനുള്ള നിങ്ങൾക്ക് പൊളയ്ക്കുന്നുണ്ടാവും, എനിക്കില്ല. ഞാൻ പറയും, ഞാൻ നാളെ പറയും. വിളിച്ചാൽ മതി, ഒരു നിർബന്ധമില്ല. നാളെയും പറയും ഞാൻ. എനിക്ക് സൗകര്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി.
അല്ല, മനസ്സിലായല്ലേ? ഗോപാലകൃഷ്ണൻ നാളെ പറയും. കേട്ടോ? നിങ്ങൾ സൗകര്യം എന്നെ ഗോപാലകൃഷ്ണൻ വിളിച്ചാൽ കേട്ടോ? മതി. എനിക്ക് ശ്രീ ഗോപാലകൃഷ്ണൻ സൗകര്യം വിളിച്ചാൽ മതി. ഞാനിപ്പോൾ ചർച്ചയ്ക്ക് നിർത്തിക്കൊണ്ടു എന്നൊന്ന് പറയുമ്പോൾ ശ്രീ ഗോപാലകൃഷ്ണൻ അങ്ങേ ഞാൻ വളരെ ബഹുമാനപൂർവ്വം ഈ ചർച്ചയിലേക്ക് വരുന്നത് അങ്ങയുടെ പാർട്ടിയുടെ നേതാവ് കൃത്യമായി അനുവദിക്കുന്ന ഒരു നേതാവിനെയാണ്. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ചർച്ചയ്ക്ക് വേണം, അദ്ദേഹം പറയുന്ന രീതിയാണ് എനിക്ക് ഏറ്റവും പ്രിയം എന്ന് പറഞ്ഞുകൊണ്ടല്ലെന്നറിയാം. ജെയ്സി തോമസിനെയും വിളിക്കുന്ന അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ഏകജാലക സംവിധാനത്തിലൂടെയാണ്. ജയ്ക്ക് വരണം, ജയ്ക്ക് വന്നാലേ എനിക്ക് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ടല്ല. ശ്രീ രാജു പി നായരെയും അങ്ങനെയല്ല. അങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾ ഉത്തരവാദിത്വത്തോടെ പ്രതിനിധികളെ അയക്കുന്ന രാഷ്ട്രീയം പറയാനാണ്, കുടുംബത്തിരിക്കുന്നവരെ പറയാനല്ല. ഇവിടെ രാഷ്ട്രീയം പറഞ്ഞതാണോ? നരേന്ദ്രമോദി നുണയനാന്ന് പറഞ്ഞത് രാഷ്ട്രീയം പറഞ്ഞതാ? രാഷ്ട്രീയം ഒരുതരം നികൃഷ്ടമായ ഭാഷയിലല്ലേ അയാൾ സംസാരിച്ചത്? അല്ല, അങ്ങനെ പരാമർശമുണ്ട്. അയാൾ തീർച്ചയായും അങ്ങേക്ക് അതിന് മറുപടി പറയാം. അതിന് മറുപടി പറയുമ്പോൾ നമ്മുടെ വീട്ടിലിരിക്കുന്നവരെ എന്തിനാണ് പറയുന്നത്? ഭാഷയിൽ അയാൾ പറഞ്ഞപ്പോൾ നിങ്ങൾ അങ്ങ് അതിന് മറുപടി പറഞ്ഞു. അങ്ങ് അതിന് മറുപടി പറഞ്ഞു. ഇത്രയും പ്രധാനമന്ത്രി ഞാൻ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞ എനിക്ക് രാഷ്ട്രീയമായ ബാധ്യത. അങ്ങ് മറുപടി പറഞ്ഞു. അങ്ങ് ഇവിടെ വന്നിട്ട് ചോദിച്ചു, അങ്ങേക്ക് പൊള്ളിയല്ലോ. അങ്ങ് പറഞ്ഞോ ശ്രീ ഗോപാലകൃഷ്ണൻ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നിങ്ങൾ നുണയനാണെന്ന് പറഞ്ഞില്ലേ? അത് മോശമായി പോയില്ലേ? അത് പിൻവലിക്കണ്ടേ? നിങ്ങളുടെ നേതാക്കൾ ഇന്ന നുണ പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞു. അങ്ങേക്ക് പൊള്ളിയില്ല, അങ്ങേക്ക് പൊള്ളിയില്ല. അയാളുടെ രാഷ്ട്രീയ കാപട്യത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അയാളുടെ രാഷ്ട്രീയ കാപട്യത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അത് രാഷ്ട്രീയമാണ് ഞാൻ പറഞ്ഞത്. നരേന്ദ്രമോദിയെ കുറിച്ച് അയാൾക്ക് പറയാമെങ്കിൽ അയാളുടെ രാഷ്ട്രീയ കാപട്യം ഞാൻ പറഞ്ഞില്ലേ? എന്നെ കൈകാര്യം ചെയ്യാൻ അല്ല, അങ്ങനെ ഒരു പരാമർശം എല്ലാവർക്കും കേൾക്കാൻ കഴിയില്ല. തൃശ്ശൂർ വന്ന് പറയാൻ പറഞ്ഞില്ലേ? അല്ല, അങ്ങനെ ഒരു പരാമർശം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ശ്രീ ഗോപാലകൃഷ്ണൻ ഒന്ന് അവസാനിപ്പിക്കണേ. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ അങ്ങ് ജയിക്കിനെ കായികമായി കൈകാര്യം ചെയ്ത് കളയും എന്ന് പറഞ്ഞോ? അങ്ങ് പറഞ്ഞോ? ഞാൻ പറഞ്ഞിട്ടില്ല. വീട്ടിലും വന്ന് പറയുന്നത് കായികമായി നേരിടുമെന്ന് ഇതിനകത്ത് പറഞ്ഞോ? നന്നെടുത്ത് ശരി ശരി ശരി, അത് അവസാനിപ്പിക്കും. ഞാൻ തൽക്കാലം നിങ്ങൾ പറഞ്ഞാൽ സംസാരിക്കാം, അല്ലെങ്കിൽ സംസാരിക്കില്ല. ശരി, അങ്ങ് പൂർത്തിയാക്കും. സംസാരിക്കാം. ശരി, പൂർത്തിയാക്കും. ഇടവേളയിലേക്ക് പോകണം. പൂർത്തിയാക്കും. അപ്പൊ ഒരു കാര്യം ചെയ്തോ, നിങ്ങൾക്ക് തിരക്കാണ്, ഇടവേളയിൽ പൊക്കോ. ഞാൻ പൂർത്തിയാക്കൂ എന്നാണ് പറഞ്ഞത്. അങ്ങേക്ക് പറയുന്നത് മനസ്സിലാകുന്നില്ലേ ശ്രീ ഗോപാലകൃഷ്ണൻ? എന്നാൽ നിങ്ങൾ ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ ഇവിടുത്തെ സെറ്റപ്പ് ശരിയല്ല. ഞാൻ വെളിയിലേ ഇരിക്കുന്നത്, എനിക്ക് TV കാണാൻ വയ്യ. നിങ്ങൾ പറയുന്ന പകുതി പോലും എനിക്ക് കേൾക്കാൻ വയ്യ. നിങ്ങളുടെ വെപ്പിന്റെ കുഴപ്പം കൊണ്ടാ. ശരി, അങ്ങ് പൂർത്തിയാക്കും. ഞാൻ തീർത്തേക്കാം. ഞാൻ കേട്ടതിന്റെ ബാക്കി തീർക്കാം. അല്ല, ഞാൻ കേട്ടത് തീർക്കാന്ന്. എന്തൊരു കഷ്ട, എന്നെ കൊണ്ട് പറയിപ്പിക്കില്ല എന്ന് വെച്ചാൽ. എനിക്ക് ഈ CPM-ന്റെ നേതാവിനോട് ഒന്നും കൂടി പറയാനുണ്ട്. അദ്ദേഹത്തിന്റെ നേതാവാണല്ലോ പിണറായി വിജയൻ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണല്ലോ. മാർക്സിസ്റ്റ് പാർട്ടി കൂടെ കേൾക്കുന്നുണ്ടോ പറയുന്നത്? മാർക്സിസ്റ്റ് പാർട്ടി കൂടെ ഇന്ത്യയിലെ ഏക നേതാവാണ്, ഏക മുഖ്യമന്ത്രിയാണ്. ബംഗാളിൽ തെരഞ്ഞെടുപ്പ് നടക്കുക, ഇന്ത്യ മുഴുവൻ തെരഞ്ഞെടുപ്പ് നടക്കുക. ഞങ്ങൾ വലിയ വർഗീയവാദികളാണ്, ഞങ്ങൾ വലിയ മതേതര വിരുദ്ധരാണ്, ഞങ്ങൾ ഈ രാജ്യത്തെ തകർക്കാൻ പോകുന്നവരാണ്. ഇവിടെ തൊഴിലില്ലായ്മയിൽ, ഇവിടെ വിഭവങ്ങളില്ലാണ്ടാക്കി, നാട് മുഴുവൻ കുട്ടിച്ചോറാക്കി. പിന്നെ എന്തിനാണ് ഈ 3ാം 4ാം ഫേസ് ബംഗാളിലും ഒക്കെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ ചങ്ങാതി വിദേശയാത്രയ്ക്ക് പോയത്? ആദ്യം പോയിട്ട് ആ ചങ്ങാതിയെ വിളിച്ചുകൊണ്ട് വാ, എന്നിട്ട് ഇന്ത്യയിൽ BJP-ക്കെതിരെ പ്രകടനം നടത്താനും പ്രസംഗിക്കാനും പറ. അല്ലാണ്ട് കാതലായ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നേതാവ് ഭാര്യയുടെ കൂടെ വിദേശയാത്രയിൽ, അനുയായി ഇവിടെ വന്നിരുന്നിട്ട് നരേന്ദ്രമോദി തെറി പറയാം. ബംഗാളിൽ പോലും കാല് കുത്തിക്കാൻ അനുവദിക്കില്ല ഈ നേതാവിനെയും ഇവിടുത്തെ ആളുകളെയും. എന്നിട്ടാണ് ഇവർ ഈ വളവള വർത്താനം പറയുന്നത്. ആദ്യം പോയിട്ട് പിണറായി വിജയനെ വിളിച്ചോണ്ട് വാ, എന്നിട്ട് BJP-ക്കെതിരെ ഒരു 4 പൊതുയോഗം ഇന്ത്യയിൽ എവിടെങ്കിലും പോയി സംസാരിക്കാൻ പറയാം. ഇന്ത്യയിൽ ഒരു സ്ഥലത്തും കാല് കുത്തിക്കില്ല, അത് വേറെ വിഷയം. അത് കൂടുതലൊന്നും എനിക്ക് അവരോട് പറയാനില്ല. പിന്നെ ഇന്ത്യയിൽ വേറെ എവിടെയും കാല് കുത്താൻ അവർക്ക് ഇല്ലല്ലോ, വേറെ എവിടെയും കാല് കുത്താനുള്ള സ്ഥലമില്ലല്ലോ. ശരി, ഓക്കെ. ശ്രീ രാജു പി നായരോട് ക്ഷമിക്കണം, ഏറ്റവും കുറവ് സമയം അങ്ങേക്കാണ് ഈ ചർച്ചയിൽ ഉണ്ടായത്. ശ്രീ രാജു പി നായർ മെയ് 11-ാം തീയതി ജാർഖണ്ഡിൽ പ്രസംഗിക്കുമ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞത് BJP-യുടെ ഔദ്യോഗിക YouTube ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ടൈറ്റിൽ നമ്പർ ഓഫ് ഇൻഫിൽട്രേറ്റേഴ്സ് ഇൻക്രീസിംഗ് റാപ്പിഡ്ലി ഇൻ ജാർഖണ്ഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ക്ലിപ്പ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അതിൽ പറയുന്നത്
പ്രതിപക്ഷം അധികാരത്തിൽ വന്നാൽ SC, ST, OBC സംവരണം മുസ്ലിങ്ങൾക്ക് അപ്പാടെ നൽകും എന്നുകൊണ്ടാണ്. ഇത് നാട് മുഴുവൻ നടന്നു പറയുകയാണ്. നുഴഞ്ഞുകയറ്റക്കാർ കൂടുന്നു ജാർഖണ്ഡിൽ എന്ന് പറഞ്ഞിട്ടാണ് നിലവിൽ ജാർഖണ്ഡിലുള്ള ഈ സംവരണങ്ങൾ എടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നു എന്ന് പറയുന്നത്. എന്നിട്ടാണ് കണ്ണടച്ച് തുറക്കുമ്പോൾ പറയുന്നത് ഞാൻ മുസ്ലിങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടില്ലയോ. നിങ്ങൾ അങ്ങനെ ചോദിക്കാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് മുസ്ലിങ്ങളെ ഈ പറയുന്ന കൂടുതൽ കുട്ടികൾ ഉണ്ടാക്കുന്നവരുമായി ബന്ധപ്പെടുത്തി പറയാൻ കഴിയുന്നത് എന്ന്. ഇൻഫിൽട്രേറ്റേഴ്സ് എന്ന് പറയുന്നതിനെ അപ്പോഴും അദ്ദേഹം പറയാതിരിക്കുന്നത് ഞാൻ ശ്രീ രാജു പിന്നാർ ആവർത്തിച്ച് പറയുന്നു. അത് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഈ കാര്യം കൃത്യമായി വിശദീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല എന്ന് പറഞ്ഞു വെക്കുന്നു. നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയത്തിൽ എവിടെയെങ്കിലും മുസ്ലിങ്ങളുമായിട്ട് എനിക്ക് പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ രാജ്യത്തെ ജനങ്ങൾ പൊട്ടിച്ചിരിക്കില്ലേ? ഈ രാജ്യം മാത്രമല്ല, ഈ ലോകം മുഴുവൻ നരേന്ദ്രമോദിയെ കാണുന്നത് എങ്ങനെയാ? ഏറ്റവും വലിയ 1ാം ക്ലാസ് വർഗീയവാദിയായിട്ടല്ലേ നരേന്ദ്രമോദിയെ കാണുന്നത്? അതുകൊണ്ടാണല്ലോ ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യവും മതപരമായ സ്വാതന്ത്ര്യവും എല്ലാം ഈ വേൾഡ് ഇൻഡെക്സ് നോക്കുമ്പോൾ ഏറ്റവും താഴേക്ക് കൂപ്പുകുത്തിയത്. എങ്ങനെയാ? നരേന്ദ്രമോദി എന്ന് പറയുന്ന ഹിന്ദുത്വ വർഗീയവാദിയായിട്ടുള്ള ആ പ്രധാനമന്ത്രിയുടെ കീഴിൽ ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ട് ഞാൻ ചോദിക്കട്ടെ. ജവഹർലാൽ നെഹ്റുവിനെ പോലെ ഒരു ക്രാന്തദർശിയായ ഒരു നേതാവില്ലായിരുന്നുവെങ്കിൽ, BR അംബേദ്കറിനെ പോലെ ഒരു നേതാവില്ലായിരുന്നെങ്കിൽ, ഇന്ത്യൻ ഭരണഘടന എഴുതിയപ്പോൾ ഈ ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക സംരക്ഷണം ഭരണഘടനാ ബാധ്യതയായി മാറ്റിയില്ലായിരുന്നെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഇന്ന് എന്താവുമായിരുന്നു? ഇവിടെ CAA കുറിച്ച് പറയുകയാണ്. നിങ്ങൾ CAയും NRCയും ചേർത്ത് വെച്ച് പറയും. അപ്പോൾ എങ്ങനെയാണ് മുസ്ലിങ്ങൾ 2ാം കിട പൗരന്മാരായി മാറുന്നത് എന്നറിയാൻ പറ്റും. ആശയപരമായി തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമല്ലേ ഇന്ത്യ പോലൊരു രാജ്യത്ത് മതത്തിന്റെ പേരിൽ പൗരത്വം നിർണ്ണയിക്കപ്പെടുന്നു എന്നുള്ളത്. ഇനി ആ മതത്തിന്റെ പേരിലുള്ള പൗരത്വം നിങ്ങൾ 2014 മുമ്പുള്ള ലിസ്റ്റ് എടുത്ത് NRCയുമായി ചേർത്ത് വെക്കുമ്പോൾ ഈ പറയുന്ന മുസ്ലിങ്ങൾ എത്ര പേർക്ക് അവരുടെ ജനനത്തിന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ കഴിയും? ഒന്ന് പറഞ്ഞേ. ഗോപാലകൃഷ്ണന്റെ ജനന സർട്ടിഫിക്കറ്റ് ഞാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് തരാൻ കഴിയുമോ? ഗോപാലകൃഷ്ണൻ സർട്ടിഫിക്കറ്റ് ചോദിച്ചാൽ തരാൻ കഴിയുമോ? അപ്പൊ ഈ രാജ്യത്ത് അങ്ങനെ ഘടനാപരമായി മൈനോറിറ്റിയെ മുസ്ലിം ന്യൂനപക്ഷത്തെ, അതിൽ മുസ്ലിങ്ങളെ പ്രത്യേകിച്ചും ഇല്ലാതെയാക്കാൻ നടത്തുന്ന ശ്രമം അത് നടക്കുമ്പോൾ മറുവശത്ത് ഈ നാട്ടിലുള്ള മുഴുവൻ ജനങ്ങളുടെ ഇടയിലും ഈ വർഗീയവാദം പറഞ്ഞ് ഇസ്ലാമോഫോബിയ കത്തിച്ച് അവരെ സാമൂഹികമായി ഒറ്റപ്പെടുത്താനുള്ള ശ്രമം നടത്തുകയാണ്. അതിന് നേതൃത്വം കൊടുക്കുന്നത് നരേന്ദ്രമോദിയാണ്. ആ നേതൃത്വം കൊടുക്കുന്ന നരേന്ദ്രമോദി കെട്ടിപ്പൊക്കുന്നത് മുഴുവൻ നുണയിലാണ്. ഈ ചർച്ചയിൽ നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിന്റെ ഒരു സ്വഭാവം കാണാൻ കഴിയും. ഞാൻ എത്രയോ ആദ്യം ഗോപാലകൃഷ്ണൻ ഇവിടെ കുറെ കള്ളങ്ങൾ പറഞ്ഞു. ആ കള്ളത്തിന് ചൈന ഉൾപ്പെടെയുള്ള കാര്യത്തിൽ ഞാൻ വസ്തുതാപരമായ മറുപടി കൊടുത്തു. അദ്ദേഹത്തിന് മറുപടിയില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഒന്നുകിൽ എതിരാളിയെ പ്രകോപിപ്പിക്കണം, അല്ലെങ്കിൽ ആങ്കറെ പ്രകോപിപ്പിക്കണം. ഇപ്പൊ അദ്ദേഹത്തിന് പറയാനുള്ള സ്ത്രീ വിരുദ്ധതയും മറ്റു ജനാധിപത്യ വിരുദ്ധതയും എല്ലാം ഇവിടെ ഛർദ്ദിച്ചു. അപ്പോൾ ഈ ചർച്ചയിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയും. ഇതാണ് ഈ രാജ്യത്ത് നരേന്ദ്രമോദി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ചോദ്യത്തിന് ഉത്തരവില്ല. പിന്നെ ഇലക്ഷൻ കമ്മീഷൻ കോമഡി അല്ലേ മാധു? എനിക്ക് പറയേണ്ടി വരുന്ന ഒരു ജനാധിപത്യ ബോധമുള്ള ഒരു കോൺഗ്രസ്സുകാരൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയുന്നതിൽ ദുഃഖമുണ്ട്. പക്ഷെ കോമഡി അല്ലേ? നിരന്തരമായി ഈ മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ നടത്തിയിട്ട് ഒരു ചോദ്യം ചോദിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ പ്രധാനമന്ത്രിയുടെയും BJPയുടെയും ഓഫീസിനകത്തെ ഉദ്യോഗസ്ഥരായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറിയില്ലേ? കേസ് എടുക്കണമെങ്കിൽ എടുത്തോ, അത് എടുക്കണമെങ്കിൽ വകുപ്പുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത്. BJPയുടെ ഓഫീസിനകത്തിരിക്കുന്ന ഗുമസ്തന്റെ റോളിലേക്ക് ഇലക്ഷൻ കമ്മീഷൻ മാറി. എത്ര ഈ രാജ്യത്തിന്റെ നിയമത്തെയും നീതിന്യായ വ്യവസ്ഥയും മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നാട് മുഴുവൻ നടന്ന് അപരമത വിദ്വേഷം പ്രചരിപ്പിക്കുക, മതത്തിന്റെ പേരിൽ വോട്ട് ചോദിക്കുക, ഇദ്ദേഹത്തെ അയോഗ്യനാക്കി പ്രഖ്യാപിക്കേണ്ട എത്ര പ്രാവശ്യം പ്രഖ്യാപിച്ചാലും തീരാത്ത രീതിയിലുള്ള കുറ്റങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഒരു നോട്ടീസ് ഇദ്ദേഹത്തിന് അയക്കാൻ കഴിഞ്ഞിട്ടില്ല. പകരം പാർട്ടിക്ക് അയച്ചത് ഒരൊറ്റ നോട്ടീസ് പോലും നരേന്ദ്രമോദി കഴിക്കാൻ പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും വരും ഘട്ടങ്ങൾ കൂടി പൂർത്തിയാകാനുണ്ട്. അതിനിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, BJP, പ്രതിപക്ഷം ഒക്കെ നടത്തുന്ന രാഷ്ട്രീയ പ്രസ്താവനകൾ കേൾക്കാനാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന് താല്പര്യം. ഇത്തരം മതധ്രുവീകരണത്തിന് ഇന്ത്യൻ ജനാധിപത്യത്തിന് ഇരയാകാൻ ഇടവരാതിരിക്കട്ടെ. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.